എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ആധുനിക വിചാരധാരകളെല്ലാം തന്നെ നമ്മൾ കാണുന്നതിന്, അതായത് ബാഹ്യ സ്വരൂപത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ആരാധനകളെല്ലാം തന്നെ. അപ്പൊ ധൃതി, സ്മൃതി തുടങ്ങിയവ കൊണ്ട് അന്ധകരണ ശുദ്ധി കൊണ്ട് മാത്രമേ അന്തരംഗ സാധനകൾ സാധ്യമാവുള്ളൂ. അപ്പൊ അതുവരെ ബാഹ്യകർമ്മങ്ങൾ എന്ന ബഹിരംഗ സാധനകൾ നമ്മൾ അനുഷ്ഠിക്കണം. അതിൽ നിന്ന് മാത്രമേ അന്തരംഗം ഭാവനാമയമായിരിക്കുന്ന ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ബാഹ്യപൂജകൾ ചെയ്യണമെന്ന് പറയണത്? നമുക്ക് അകത്തോട്ട് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അത്ര ഉയർന്ന ഒരു സാധകന് മാത്രമേ, ഈവൻ ശ്രീരാമകൃഷ്ണ പരമഹംസര് പോലും ബഹിരംഗ സാധനകൾ ചെയ്തതിന് ശേഷം വളരെ കുറച്ച് മാസം, 3-4 മാസം അദ്ദേഹം അത് ചെയ്യുകയും അവിടുന്ന് നേരെ അകത്തോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ മന്ത്രമൂർത്തിയിലേക്ക്, അപ്പൊ അതിൽ നിന്ന് മാത്രമേ ഒരു ഭാവനയിലൂടെ നമ്മൾ പോകണം. കാരണം മനസ്സത്ര ശുദ്ധമാവണം, എങ്കിലേ നമുക്ക് ഭാവന ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മന്ത്രമൂർത്തിയിലേക്കുള്ള ആ ഒരു മനോമയ മൂർത്തി വഴി കടന്നു ചെല്ലണം. ഇപ്പൊ ലൗകിക വ്യവഹാരങ്ങളില് ദ്രവ്യ സഞ്ചയങ്ങളിലും പെട്ടുപോകുമ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്ന ധി, ഹൃതി, സ്മൃതി ഇവയ്ക്ക് ഒരു വിഭ്രംശം വന്നു ചേരും. അപ്പൊ ഇതിന് പരിച്ഛേദം വന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സൂര്യ, സോമ, അനല മണ്ഡലങ്ങള് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കൂ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളുണ്ട്: മൂലത്രയ, കളേബര. അപ്പൊ ഈ സൂര്യ, സോമ മണ്ഡലങ്ങള്, അത് അനലമണ്ഡലം, അഗ്നിമണ്ഡലമാണ് അനലമണ്ഡലം എന്ന് പറയുന്നത്. അത് തപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് അശുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ താപം കൊണ്ട് അത് ദൂഷിതമായി തീരും. അവിടുത്തെ അശുദ്ധത കൊണ്ട് ശരീരത്തില് ദോഷങ്ങൾ ഉണ്ടായി തീരുകയും ഈ ദോഷങ്ങളെയാണ് നമ്മൾ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ആ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളായിട്ട് പ്രകടമാകും. ഇപ്പൊ നമ്മള് ഈ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന എന്താ? ലളിതാ മഹാ ത്രിപുര സുന്ദരി അമ്മ തന്നെ നമ്മുടെ ശരീരത്തിലിരുന്ന് നമ്മുടെ ത്രിദോഷങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ലളിതാ സഹസ്രനാമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത്. അപ്പൊ ശരീരശാസ്ത്രം എന്ന് പറയുന്നത്, ഭാരതീയ ശരീരശാസ്ത്രം പണ്ടേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഈ ഒരു 3 മണ്ഡലങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങള് രോഗങ്ങൾക്ക് കാരണമാകും. അപ്പൊ എന്താ? ഈ 3 മണ്ഡലങ്ങളും തമ്മിൽ നല്ല ഒരു പാരസ്പര്യം വേണം. സൂര്യമണ്ഡലം, അതായത് അഗ്നിമണ്ഡലം, അവിടെ നിന്ന് സൂര്യൻ, അവിടെ നിന്ന് സോമൻ, ഇങ്ങനെ 3 തലങ്ങൾ കൂടെ. അത് പ്രപഞ്ചം മുഴുവനും ഈ 3 വസ്തുക്കളാണ്. സൂര്യനിൽ നിന്ന് തന്നെ, സൂര്യൻ മാത്രമാണ് ഏകമായിരിക്കുന്ന എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം. അവിടെ നിന്ന് ചന്ദ്രൻ, സൂര്യന്റെ ചൂട്, സൂര്യനിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത 2 സൂര്യന്റെ ക്വാളിറ്റീസ് ആണ് വെളിച്ചവും ചൂടും. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് ഈ അഗ്നിമണ്ഡലം വരുന്നത്. അപ്പൊ സൂര്യൻ പ്രഭവ സ്ഥാനത്ത് നിന്ന് നമ്മുടെ ഹൃദയപത്മം, ആ ഭാഗം സൂര്യമണ്ഡലാണ്. അതിന്റെ മേളിലുള്ള ഭാഗം ചന്ദ്രമണ്ഡലം, അതിന്റെ താഴെയുള്ള ഭാഗം അഗ്നിമണ്ഡലം. അപ്പൊ ഈ ഭാരതീയ ശാസ്ത്രത്തിൽ ഇത് 3 ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ആയുർവേദ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ, ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻസ് ഫിസിയോളജി എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഈ 3 മണ്ഡല ത്രയങ്ങളെയാണ്. അപ്പൊ ഈ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവ ചേർന്ന് 3 ഖണ്ഡങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരം. അതൊരു ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ അനാറ്റമിയാണ്. അപ്പൊ ആധുനിക മെഡിസിൻ അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞ് പഠിക്കുന്നതിൽ നിന്നും വളരെ വെച്ചാൽ നമ്മളിപ്പം ഈ പറഞ്ഞ ഫിസിയോളജി, അനാറ്റമി എന്ന് പറഞ്ഞ മോഡേൺ മെഡിസിൻ പഠിക്കുന്ന ശരീരഭാഗങ്ങൾ തന്നെ. പക്ഷെ ഇത് കുറച്ചുകൂടെ അന്തരംഗം, കുറച്ചുകൂടെ അകത്തോട്ട് പോയി നമുക്ക് കാണാൻ പറ്റാത്തതിനെയാണ് പഠിക്കുന്നത്. ഇപ്പൊ സൂര്യന്റെ ചൂട് കാണാൻ പറ്റില്ല, ചന്ദ്രന്റെ തണുപ്പ് കാണാൻ പറ്റില്ല, അഗ്നി കാണാൻ പറ്റില്ല. പക്ഷെ ചൂടുണ്ട്. ശരീരത്തിന് 38 വരുമ്പോഴത്തേക്ക് എന്താ പറയാ, അതിനെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. അത് കൂടിയ പനി, അത് കുറഞ്ഞാല് പനിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആയുർവേദം അവിടെ പണ്ട് കാലത്ത് ആയുർവേദം ബേസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് ആയുസ് എന്ന് പറയുന്ന ഒരു ജീവനെ ഈ ഒരു ശരീരത്തിൽ നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള അറിവാണ് ആയുർവേദം. ആയുർ പ്ലസ് വേദം, അപ്പൊ ഈസ് ഈക്വൽ ടു എന്താണ്? ആയുർവേദം. ഈ ആയുസ്, ഒരു ജീവൻ ഒരു ദ്രവ്യ ശരീരത്തില് എത്ര കാലം എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന അറിവാണ് ആയുർവേദം. അപ്പോ ഔഷധങ്ങളുടെ വീര്യം, പ്രഭാവം, ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒന്നും സ്ഥൂലമായിട്ട് ദർശിക്കാൻ പറ്റില്ല, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പനി, നമുക്കൊരു അസുഖം വന്നു, നമ്മൾ പറയുന്നു ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് ഭേദമായി എന്ന് പറയുന്നു. കാരണം എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഘടകത്തിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെയാണ് അസുഖം എന്ന് പറയുന്നത്.
അപ്പൊ സുഖമായി എന്ന് പറയുന്നത് എന്താ? വീണ്ടും ആ നോർമൽ ഇതിൽ വരുന്നതിനാണ് നമ്മൾ സുഖമായി. പക്ഷെ അത് കാണാൻ പറ്റുമോ? നമ്മൾ അസുഖം വരുമ്പോൾ വീക്ക് ആവുന്നു, ബാഹ്യമായിട്ടൊരു ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നതല്ലാതെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഈ വിജ്ഞാനത്തെയാണ് നമ്മൾ ധീ, എന്നാൽ ബുദ്ധി, അതായത് ഒരു സാധാരണ ബുദ്ധിയല്ല, പ്രചോദിതമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് മാത്രമേ ഇത് അറിയാൻ സാധിക്കൂ. അപ്പൊ ഈ ജന്മത്തില് വെറുതെ നമുക്ക്, കാരണം ഇതിന് നമുക്ക്, അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ജപിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ദേവിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രചോദിതമായിട്ടുള്ള, കാരണം ശ്രീവിദ്യ എന്ന് പറഞ്ഞാല് ഗായത്രി മന്ത്രത്തിന്റെ 4ാമത്തെ പാദമാണ്. അത് തുരീയ പാദം എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? പ്രചോദിതമായ ബുദ്ധി വേണം. പല പരമ്പരകളിലും ഗായത്രി മന്ത്ര പുരസ്ചരണത്തിന് 24 ലക്ഷം ഗായത്രി ജപിച്ചതിന് ശേഷം ആണ് പഞ്ചദശാക്ഷരി മന്ത്രം കൊടുക്കുക. കാരണം പഞ്ചദശി മനസ്സിലാവണമെങ്കിൽ തന്നെ അത്രയും പുരസ്ചരണത്തിന്റെ ആവശ്യമുണ്ട്. അത്രയും തന്നെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലെ കർമ്മങ്ങൾ ക്ഷയിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രചോദിതമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ പ്രചോദിതമായ ബുദ്ധി കൊണ്ടേ അറിയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജന്മത്തിൽ നമുക്ക് ആ ഒരു പ്രചോദിതമായിട്ടുള്ള ബുദ്ധി ഇല്ലെങ്കിൽ കേൾക്കാനേ പറ്റൂ, അനുഭവം പറ്റില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് കേൾക്കാം, കാരണം ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാം. പക്ഷെ അനുഭവത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട് ചേർക്കണം. അടുത്ത ജന്മം നമുക്ക് എന്താ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകുമെന്ന് ആശ്വസിക്കാം. കാരണം ഇത് വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷ്മ തലങ്ങളാണിത്. ഇപ്പൊ ദേവി എന്ന് പറയുന്ന 36 തത്വങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മമാണെന്ന് അർത്ഥം. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം അത് എന്താ പറയാ, മനസ്സുകൊണ്ടും നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും മാത്രമേ നമുക്ക് അതിന്റെ ഉള്ളില് ആ ഒരു, പെട്ടെന്നാണ് നമുക്ക് അതൊന്ന് ഒരു രഹസ്യ അറ തുറന്നു കിട്ടുക. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ലവണ്ണം അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പൊ ശരീരം ശ്രീവിദ്യാ സ്വരൂപമാണ്. അപ്പൊ നമ്മൾ ത്രികണ്ഡങ്ങളെ കുറിച്ച് കേട്ടു. ആ ത്രികണ്ഡങ്ങൾ കേട്ടപ്പോ തന്നെ നമുക്ക് എന്താ, ശ്രീവിദ്യാ മന്ത്രത്തിന് 3 ഖണ്ഡങ്ങൾ ഉണ്ടെന്ന് കണ്ടു. വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം, 3 കൂടത്രയങ്ങള്. അപ്പൊ ശരീരം, അതുകൊണ്ടാണ് നമ്മൾ ശ്രീവിദ്യാ സ്വരൂപം. ഇപ്പൊ കണ്ട പോലെ എല്ലാം ശരീരം ത്രികോണങ്ങളാൽ നിർമ്മിതമാണ്. 3 കോണങ്ങളുണ്ട്. കോണത്തിനകത്തിരിപ്പവളെ എന്ന് അഭിരാമി അന്താദിയിൽ അഭിരാമി പട്ടര് ദേവിയെ വിളിക്കുക, മുക്കോണങ്ങളിൽ ഇരിപ്പവളെ. അപ്പൊ 3 കോണങ്ങൾക്കകത്തിരിക്കുന്ന ദേവി. അപ്പൊ ഈ നമ്മുടെ ശരീരം എന്താ പറയാ, പിണ്ടാണ്ടം എന്ന് പറയണു. അതേ ശ്രീവിദ്യ രൂപം തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മാണ്ടവും. അതാണ് നമ്മുടെ ഭാരതീയ ശരീരശാസ്ത്രം എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലളിതാ പരമേശ്വരിയുടെ മന്ത്രസ്വരൂപം. അപ്പൊ നമ്മൾ ദേവിയുടെ മന്ത്രസ്വരൂപത്തിലേക്കാണ് പോകുന്നത്. ശ്രീവിദ്യാ സ്വരൂപമാണ് ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞു. അതുപോലെ ശ്രീവിദ്യ 3 ഖണ്ഡങ്ങളോട് കൂടിയ പിണ്ടാണ്ടം. അപ്പൊ ഈ രണ്ടും എന്താണ്? ത്രികോണ സ്വരൂപമാണ്. ഈ ലളിതാ പരമേശ്വരിയുടെ മന്ത്രസ്വരൂപം, മനോമയ രൂപം, മൂർത്തി രൂപം, രണ്ടും ലളിതാ സഹസ്ര, ഈ 3 ലളിതാ സഹസ്രനാമത്തില് വർണ്ണിച്ചിട്ടുണ്ട്, 3. അപ്പൊ മന്ത്രത്തിന് ചില നിയമങ്ങളുണ്ട്. എത്ര പ്രാവശ്യം ഉരുവിടണം, അത്രേ പാടുള്ളൂ. അപ്പൊ മന്ത്രത്തിന്റെ ഒരു ശബ്ദം ആവർത്തിച്ച പോലും അതിന്റെ ഭാവം മാറും. കാരണം ആവർത്തനം കൊണ്ടാണ് മന്ത്രതരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും അതവിടെ നിലനിൽക്കുന്നതും. അതുകൊണ്ടാണ് മന്ത്രം ഒരിക്കലും നമ്മൾ ജപിക്കാതിരിക്കരുത് എന്ന് പറയുന്നത്. ഒരിക്കൽ നമുക്ക് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാല് മന്ത്രസ്പന്ദനങ്ങളെ നിർത്താൻ പാടില്ല. ഒരു മരണ വീട്ടിൽ പോയാലും നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചാലും മന്ത്രം ജപിക്കുന്നത് നിർത്താൻ പാടില്ല. അതെന്താ? മനസ്സുകൊണ്ടാണ് ജപിക്കുന്നത്, ശരീരം കൊണ്ടല്ല. അതൊരു കാണാത്ത തലാണ്, അവിടെ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 10 ദിവസം ജപിച്ചില്ല എന്ന് വെക്കൂ, അപ്പൊ ഈ മന്ത്രസ്പന്ദനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നേരത്തെ ഉറങ്ങിക്കിടന്ന മന്ത്രദേവതകളെ ഉണർത്തി ശരീരത്തിൽ സ്പന്ദനമാക്കിയിരിക്കുകയാണ്. ആ സ്പന്ദനങ്ങളെ നാച്ചുറലി പതുക്കെ അത് ഇല്ലാതായി പോവും. മാത്രമല്ല, ഈ ദേവതകളെ, ഉണർന്നിരുന്ന ദേവതകളെല്ലാം അതിനൊരു ശാപത്തിന്റെ അവസ്ഥ വന്നു ചേരും. അതുകൊണ്ടാണ് മന്ത്രം ജപിക്കാതിരിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിന്റെ നിയമങ്ങൾ എന്താണ്? അത് ഒരു ശബ്ദം ആവർത്തിക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ചലനം, അതിന്റെ സ്പന്ദനം നമ്മുടെ ശരീരത്തില് പ്രകടമായിട്ട് ഉണ്ടാവും. അതിന്റെ ഭാവം മാറും. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധാപൂർവം പോകേണ്ടതാണ് ഈ മന്ത്രശരീരത്തിന്റെ ലോകം. കാരണം എന്താണ്? ചുമ്മാ മന്ത്രങ്ങൾ, ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ എടുത്ത് ജപിക്കാൻ പാടില്ല. നമുക്ക് ഗുരുപരമ്പര നിർദ്ദേശിക്കുന്ന അളവില്, ഇപ്പം ഒരാൾക്ക് പഞ്ചദശാക്ഷരി മന്ത്രം, അതിന്റെ പുരസ്ചരണം, അത് പുരസ്ചരണ ഡയറക്റ്റ് ആയിട്ട്
മന്ത്രദീക്ഷ കിട്ടിയ ഉടനെ ഗണപതി പോലും ചെയ്യാതെ ഒരാൾക്ക് പഞ്ചദശി മന്ത്രം പുരസ്ചരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കാലവും പാടില്ല. കാരണം എന്താ? ആധാര ചക്രങ്ങളെല്ലാം ഉറച്ച് അതിന്റെ പുരസ്ചരണങ്ങൾക്ക് ശേഷം മാത്രമേ പഞ്ചദശി മന്ത്രത്തിന്റെ പുരസ്ചരണം ചെയ്യാൻ പറ്റൂ. അതുപോലെ ഷോഡശാക്ഷരി മന്ത്രം വളരെ കുറച്ച് എണ്ണമേ ജപിക്കാവൂ. കാരണം ഷോഡശി മന്ത്രം പൂർണ്ണമാണ്, പൂർണ്ണ കലകളിൽ ഒന്നാണ്. അപ്പൊ പൂർണ്ണ ദീക്ഷ കിട്ടിയ ഒരാൾക്ക് 108 പ്രാവശ്യമൊക്കെ ജപിക്കാം. അതുപോലെ ഗുരുപരമ്പര നിർദ്ദേശിക്കുന്ന അളവില് ഏത് മരുന്നും, നമ്മളിപ്പോ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു മരുന്നാണ്, നമ്മുടെ പ്രൊട്ടക്ഷന്. നമ്മൾ കഴിക്കുന്ന, നമുക്ക് അജ്ഞാതമായിരിക്കുന്ന, നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ മന്ത്രശരീരത്തെ ഉണർത്തി വിജിലന്റ് ആക്കി ഇരുത്തി നമ്മുടെ ശരീരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പരിരക്ഷണമാണ് അതിൽ കൂടെ നടക്കുന്നത്. അല്ലാതെ മന്ത്രം വെറുതെ ജപിക്കല്ല. ഈ ദേവതകൾ ഉണർന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. സദാ ജാഗരൂപമായിട്ട് നിൽക്കുന്ന ദേവതാ സ്വരൂപങ്ങളാണ് നമ്മുടെ ശരീരത്തില്. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് മനസ്സിന്റെ തലമാണ്. വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മളെ മന്ത്രശരീരം എന്ന് പറയുന്ന ആ ലോകത്തേക്ക് കടക്കുന്നത്. കാരണം എന്താ? വിവിധ മന്ത്രങ്ങൾക്ക് വിവിധ മന്ത്രശരീരങ്ങൾ, ദേവതാ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചില സാമ്പ്രദായികമായിട്ടുള്ള മര്യാദകളൊക്കെ തന്നെ ആ ഒരു അതെന്താ പറയാ, അതിന്റെ ജപത്തിന് എല്ലാം എന്താ, അത് എങ്ങനെ ജപിക്കണം എല്ലാം നമ്മുടെ പരമ്പര ഗുരുക്കന്മാര് തീരുമാനിച്ചിരിക്കും. അത് ആ രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു പരമ്പരയെ ആശ്രയിച്ച് അവര് പറയുന്ന പോലെ മാത്രം, അതിൽ കൂടുതലോ കുറവോ ജപിക്കാൻ പാടില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ പാരമ്പരിക ഗുരുക്കന്മാരെ ശ്രീവിദ്യയിൽ സ്വീകരിക്കുന്നത്? കാരണം ഇതെല്ലാം തന്നെ ശ്രീവിദ്യ പരമ്പരയിലിരിക്കുന്ന ആ ഓരോ മന്ത്രങ്ങളും ഈ പറഞ്ഞ പോലെ ഓരോ ക്യാപ്സ്യൂളാണ്, വളരെയധികം ശക്തമായിരിക്കുന്ന. ഇപ്പൊ ഗണപതി മന്ത്രം അത് തന്നെ വളരെ ശക്തമായിരിക്കുന്ന ഗണപതി മന്ത്രമാണ്. ലക്ഷ്മി സമേത ഗണപതിയാണ്. അതുപോലെ ബാലാമന്ത്രം, ഷടാക്ഷരി ബാലയാവട്ടെ, ശരവണ ഭവൻ അത് ഭയങ്കര വളരെ ശക്തിയുള്ള സുബ്രഹ്മണ്യ മന്ത്രം, ചണ്ഡികാ മന്ത്രം, നവാക്ഷരി മന്ത്രം, അതുപോലെ നമ്മുടെ ഹൃദയപത്മത്തിലെ ആ ഒരു കൃഷ്ണന്റെ മന്ത്രം, രാജഗോപാല മന്ത്രം, ദത്താത്രേയ മന്ത്രം, ഇതൊക്കെ തന്നെ എത്ര പ്രാവശ്യം ജപിക്കണമെന്ന് നമ്മൾ പുരസ്ചരണ കാലത്ത് മാത്രം തന്നെ, അതും ഒരു നിശ്ചിത രീതിയിൽ പോണം. അപ്പൊ ഇതിന് ചില എന്താ പറയാ, ചില മര്യാദകള്, ചില രീതികൾ നമ്മൾ പരമ്പര നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീവിദ്യ സമ്പ്രദായം എന്ന് പറയുന്നത് പരമ്പരയുമായിട്ട് അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് അത് വളരെയധികം പരമ്പരയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ പോവാൻ പറ്റുള്ളൂ. ആദ്യം നമ്മളെ ഒരു വേലി കെട്ടി ആ ഒരു പഥത്തിലൂടെ നടത്തി നമ്മൾ ആ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ആ വേലി പൊളിച്ച് സ്വതന്ത്രമായിട്ട് നമുക്ക് പോവാൻ പറ്റുള്ളൂ. പിന്നെ മന്ത്രങ്ങളൊക്കെ എത്ര എടുത്ത് ജപിച്ചാലും ഏത് മന്ത്രം, സപ്തകോടി മന്ത്ര അധിഷ്ഠിതമാണ് മന്ത്രലോകം എന്ന് പറയുന്നത്. പൂർണ്ണ ദീക്ഷ എന്ന് പറയുമ്പോൾ സപ്തകോടി മന്ത്രവും നമുക്ക് സ്വായത്തമാണെന്ന് അർത്ഥം. ഏത് മന്ത്രവും ദീക്ഷയില്ലാതെ ജപിക്കാം. അതുവരെ നിയന്ത്രിതമായിട്ട് മാത്രമേ നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ടെത്തിയ ഋഷി, ഇപ്പൊ നമ്മുടെ ഈ ശ്രീവിദ്യ മന്ത്രം കണ്ടെത്തിയത് ആരാണ്? ആ ഋഷി ആനന്ദ ഭൈരവ ശിവനാണ്. ആനന്ദ ഭൈരവ ഋഷിഹി. അപ്പൊ അദ്ദേഹം നേരിട്ട് കണ്ട് ആ മന്ത്രമൂർത്തിയെ ശബ്ദശാസ്ത്രത്തിൽ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെന്ന് ചിന്തിച്ച് ചിട്ടപ്പെടുത്തിയതാണ് ശ്രീവിദ്യ മന്ത്രം. നമ്മൾ ജപിക്കുന്ന ആ ഒരു കകാരം തുടങ്ങിയ കാതി വിദ്യ എന്ന് പറയുന്ന ശ്രീവിദ്യ മന്ത്രം. അപ്പൊ ഈ ആനന്ദ ഭൈരവൻ ആരാണ്? ശിവനാണ്. ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയും. കാരണം ഇവര് രണ്ടുപേരും നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് ഇരിക്കുന്നത്. അവര് ശക്തി സ്വരൂപങ്ങളാണ്. ശിവന്റെയും ദേവിയുടെയും അവിടുത്തെ പേരാണ്. ഓരോ ചക്രങ്ങളിലും, നമ്മുടെ ഷടാധാരങ്ങളിൽ ഓരോ ചക്രങ്ങളിൽ ഇപ്പൊ ഹംസേശ്വരൻ, ഹംസേശ്വരി എന്ന് പറയുന്ന പോലെ ഇവിടെ അവരുടെ പേരെന്താണ്? ആനന്ദ ഭൈരവനും ആനന്ദ ഭൈരവിയും. അപ്പൊ ഈ ആനന്ദ ഭൈരവന് ദേവിയുടെ ഈ പറഞ്ഞ നമ്മളെ സിന്ദൂരാരണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം, കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും പാശവും അങ്കുശവുമായിട്ട് ആ ഒരു ബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന ദേവിയെ നേരിട്ട് കണ്ട്, അതാണ് മന്ത്രമൂർത്തി. ഇപ്പൊ പഞ്ചദശാക്ഷരി എന്ന് പറയുന്ന ശ്രീവിദ്യ മന്ത്രത്തിന്റെ സ്വരൂപമാണ് നമ്മൾ വെച്ചിരിക്കുന്ന പടം. അതിന്റെ യന്ത്രസ്വരൂപമാണ് ശ്രീചക്രം. അപ്പൊ ഇതിനെ ഈ ഒരു നേരിട്ട് കണ്ട ശിവൻ എഴുതിയതാണ് ഏത്? ഈ അപ്പൊ എത്ര ഉയർന്ന മന്ത്രമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആനന്ദ ഭൈരവ ഋഷി, അദ്ദേഹം ഋഷിയായിട്ട്, മന്ത്രദ്രഷ്ടാവിനെയാണ് നമ്മൾ ഋഷി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കണ്ട ആ ശ്രീവിദ്യ മന്ത്രം. അപ്പൊ ആ ഒരു എന്താ പറയാ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ് ഈ മന്ത്രം. അപ്പൊ ഏതൊരു ചേതനയ്ക്കും ശക്തമായിട്ടൊരു സൂത്രവാക്യം കാണും.
അപ്പൊ അത് ഏതൊരു രൂപമാണോ ആ ഒരു കാണുന്നത്, അതിന് വരയ്ക്കുക, അതിന്റെ ഒരു ജോമെട്രിക്കൽ രൂപം ഇത്രയും ഒരു ഋഷി തന്നെ ഉണ്ടാക്കും. കാരണം ഇപ്പൊ ഏത് നമ്മൾ മന്ത്രം എടുത്താൽ അതിനൊരു യന്ത്രമുണ്ട്. ഇപ്പൊ നമ്മള് സൗന്ദര്യ ലഹരി എടുത്ത് നോക്കിയാൽ 100 ശ്ലോകങ്ങൾക്കും 100 യന്ത്രങ്ങളുണ്ട്. അപ്പൊ ഈ മന്ത്രങ്ങളെല്ലാം ദേവതയുടെ ഫോം ആണെങ്കിൽ അവരുടെ ജാമതീയ സ്വരൂപം, ജോമെട്രിക്കൽ ഫോമും ഉണ്ട്. അതായത് യന്ത്ര സ്വരൂപം നമുക്ക് വെച്ച് പൂജിക്കാൻ. ചിലപ്പം കാണാൻ പറ്റില്ല, സ്വരൂപത്തെ കാണാൻ പറ്റാത്തതുകൊണ്ട് അത് യന്ത്ര സ്വരൂപത്തിലായിരിക്കും. അപ്പൊ ജോമെട്രിയില് എന്താണ് ഈ ജോമെട്രി എന്ന് പറയുന്നത്? കുറച്ച് വരകള്, കുത്ത്, ഈ പറഞ്ഞ പോലെ ബിന്ദു, ത്രികോണങ്ങള്, അതിന്റെ ദളങ്ങള്, ഈ ഭൂപുരം എന്ന് പറയുന്ന സ്ക്വയർ, ഇതൊക്കെ ചേർന്നതാണ് യന്ത്രം. ഇപ്പൊ ജോമെട്രിയില് ഒരു സൂത്രവാക്യം അഥവാ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നാം മന്ത്രം കൊണ്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയുക, ശിവശക്തി ഐക്യ രൂപത്തിന് എങ്ങനെ ശിവൻ എന്ന മാറ്ററും എനർജി ആയിരിക്കുന്ന ദേവിയും E=mc² എന്ന് പറയണു. അതുപോലെ ഒരു സൂത്രവാക്യത്തെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ യന്ത്രം ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഈ ആനന്ദ ഭൈരവ ഋഷി അദ്ദേഹം നേരിട്ട് കണ്ട മന്ത്രദേവതയെ യന്ത്ര സ്വരൂപത്തിലാക്കിയിരിക്കുന്നതാണ് ശ്രീചക്രം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ, ആ ഒരു നമ്മള് ജോമെട്രിക്കൽ ഫോം, ജോമെട്രിയിലെല്ലാം ഇക്വേഷൻസ് ആണ് നമുക്കറിയാം. അപ്പൊ ആ ജോമെട്രിയിൽ ആ ഒരു ഇക്വേഷൻ ആണ് പഞ്ചദശാക്ഷരി മന്ത്രം എന്ന ശ്രീവിദ്യാ മന്ത്രം. അപ്പൊ അതാണ് നാം മന്ത്രം കൊണ്ട്, ആ ഒരു സൂത്രവാക്യത്തിൽ മാത്രമേ നമുക്ക് അതിനെ പൂജിക്കാൻ പറ്റുള്ളൂ. ആ ഒരു യന്ത്രത്തെ പൂജിച്ച് യന്ത്രത്തിനെ ശക്തിമയമാക്കണമെങ്കിൽ എന്ത് വേണം? മന്ത്രം വേണം. അപ്പൊ അതിന്റെ മന്ത്രമാണ് എന്ത്? ശ്രീവിദ്യാ മന്ത്രം. നമ്മള് അമൃത ഗായത്രി ഛന്ദസ്സില് കൃത്യമായിട്ടുള്ള പദവിന്യാസത്തിലെ മന്ത്രമൂർത്തിയെ 15 അക്ഷരങ്ങളില് ആനന്ദ ഭൈരവ ഋഷി രൂപപ്പെടുത്തുകയും 16ാമത്തെ കലയായിട്ടിരിക്കുന്ന ആ കലയെ ആനന്ദ ഭൈരവ ഋഷി ദർശിക്കുകയും ഗുരുപരമ്പരയിലെ ആചാര്യൻ, അതായത് പാരമ്പര്യത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് യോഗരഹസ്യം. 16ാമത്തെ കല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം അതിലോട്ട് പോയി അതില് എന്താ പറയുക, പുരസ്ചരണമൊക്കെ കഴിഞ്ഞ് അത് താങ്ങില്ല എന്നർത്ഥം. കാരണം അത് പെട്ടെന്ന് നമ്മൾ ആ മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. ആ മന്ത്രത്തിന്റെ ആഴം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 16ാമത്തെ കല ആർക്ക് കൊടുത്തു? ഗുരു പാരമ്പര്യത്തിൽ ഏറ്റവും ഗുരുവിന് കൊടുത്തു. ഗുരു ശിഷ്യൻ പാകപ്പെടുമ്പോൾ മാത്രമാണ് അത് കൊടുക്കുക. അതുകൊണ്ടാണ് ഷോഡശാക്ഷരി മന്ത്രം അങ്ങനെ കൊടുക്കാത്തത്. പാകപ്പെടാത്തത് കൊടുക്കാൻ പാടില്ല. അപ്പൊ 16ാമത്തെ കല ഗുരുക്കന്മാർക്ക് കിട്ടും, ഗുരു അടുത്ത ഗുരുവിന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഏത് ഛന്ദസ്സാണ്? ഇനിയിപ്പൊ നമ്മുടെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ നമുക്ക് ഛന്ദസ്സും ഋഷിയും അറിയണമെന്ന് വെച്ചോളൂ. ആരാണ്? ആനന്ദ ഭൈരവ ഋഷി, അമൃത ഗായത്രി ഛന്ദസ്. അപ്പൊ ഹൃദയത്തിൽ എന്ത് വരും? ലളിതാ ത്രിപുര സുന്ദരി ദേവത. അപ്പൊ 3 നമുക്ക് മനസ്സിലായി. അത് ജപിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ എടുത്ത് ജപിക്കരുത്. കാരണം എന്താ? നമ്മുടെ ഗുരുപരമ്പരയില് ഗുരുജി ഇതെല്ലാം തന്നെ എന്താ പറയാ, നമ്മുടെ അവധൂത ഗുരുജി അദ്ദേഹം ഇതെല്ലാം തന്നെ അത് സിദ്ധ മന്ത്രങ്ങളാക്കിയിരിക്കണം. അതുകൊണ്ട് അവിടെ ഗായത്രി ഛന്ദസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പഞ്ചദശാക്ഷരി മന്ത്രത്തിന് വെറുതെ പറഞ്ഞാൽ മതി. കാരണം ഇത് അറിഞ്ഞിരിക്കാൻ പറയണമെന്നേ ഉള്ളൂ. ആനന്ദ ഭൈരവനാണ് ഋഷി, അമൃത ഗായത്രി ഛന്ദസ്, ദേവത ശ്രീലളിത മഹാത്രിപുര സുന്ദരി. അപ്പൊ ഇതിന് 16ാമത്തെ കലയായിരിക്കുന്ന ഷോഡശി കല ഷോഡശിയാണ് ഈ പരമ്പരയില്. അതിന്റെ മന്ത്രബീജങ്ങള് ഗുരുവിന് മാത്രമേ സിദ്ധമായിട്ടുള്ളൂ. അത് പാകപ്പെടുമ്പോൾ ആ ശിഷ്യന് ഗുരു കൈമാറും. ഇതാണ് യോഗരഹസ്യം. ഇതിനെയാണ് നമ്മൾ ഗുരുപരമ്പര എന്ന് പറയുന്നത്. അപ്പൊ 16ാമത്തെ കലയെ ഈ ആനന്ദ ഭൈരവൻ ദർശിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഗുരുസ്ഥാനമായിട്ടിരുന്ന ഗുരുപരമ്പരയ്ക്ക് കൊടുക്കുന്നത്. നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നർത്ഥം. കാരണം ആ ശക്തി, ഈ കലകളെല്ലാം തന്നെ ശക്തി ബീജങ്ങളാണ്. നമ്മൾ ഈ കലകൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളില് ആ കലകൾ വികസിച്ചു വരുള്ളൂ. അപ്പൊ അത് ഗുരുപരമ്പര ഗുരുവിന് കൊടുക്കുക. ഈ പറയുന്ന ആനന്ദ ഭൈരവനിലൂടെ, ദത്താത്രേയനിലൂടെ, പരശുരാമനിലൂടെ, ഇങ്ങനെ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുരു തനിക്ക് പൂർണ്ണദീക്ഷാ സമയത്ത് ഈ കലകളെല്ലാം തന്നെ അടുത്ത ഗുരുവിന് കൈമാറ്റം ചെയ്യും. അവരാണ് അടുത്ത ശിഷ്യർക്ക്, പ്രായോഗികമായിട്ട് പറഞ്ഞാല് ഇതില് ഉയർന്ന തലത്തിൽ വരുന്ന ശിഷ്യന്മാർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് പോയി അത് ജപിക്കാൻ പാടില്ല. അപ്പൊ ഇതിനെ യോഗരഹസ്യം എന്നാ പറയുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അമ്മയെ, ഈ പരാശക്തിയെ നമ്മുടെ ഉള്ളില് യോഗം ചെയ്യാൻ പറ്റുക, നമുക്ക് ആ അമ്മയെ അറിയാൻ പറ്റുക. അതിന്റെയാണ് ഈ പറഞ്ഞ യോഗരഹസ്യം എന്ന് പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് ശരീരശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിന് ഭൂമിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ എല്ലാം, അതായത് ധാതുക്കളെ അവലംബമാക്കി ഒരു ചികിത്സാ പദ്ധതിയാണ് ലളിതാ സഹസ്രനാമം. കാരണം എന്താണ്, ഈ ആനന്ദ ഭൈരവി ഋഷി കണ്ട ബൈന്ദവകല എന്ന് പറയുന്ന മഹാബൈന്ദവ ബിന്ദു സ്വരൂപിണിയായിരിക്കണ ദേവി നമ്മുടെ ശരീരത്തിൽ എവിടെ ഇരിക്കുന്നു? സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നു. അപ്പൊ ആ ദേവിയെ നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? യാത്ര എവിടെ നിന്നാ തുടങ്ങേണ്ടത്? മൂലാധാരത്തിൽ നിന്ന് തുടങ്ങണം. 4 ദളമുള്ള മൂലാധാര പത്മത്തിൽ നിന്ന് അർച്ചന പഞ്ച ഉപചാരങ്ങളിലൂടെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ, പഞ്ചതന്മാത്രകളെ കടന്നു പോണം. അതായത് പഞ്ചതന്മാത്രകളെ ഷഠാധാരങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുക. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. ഈ 4 തത്വങ്ങൾ, ഈ 5ാമത്തെ തത്വമാകുന്ന ആകാശ തത്വത്തിന്റെ എന്താ പറയുക സിമ്പലായിട്ട് പൂ അർച്ചിച്ച് നൈവേദ്യം കൊടുത്ത് ധൂപദീപങ്ങൾ കൊടുത്ത് നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു യാത്രയാണ് ഉപാസകൻ തുടങ്ങുന്നത്. അതാണ് ബഹിരംഗ സാധന. പൂജയിലൂടെ, അർച്ചനയിലൂടെ, നൈവേദ്യത്തിലൂടെ ഈ ഒരു പഞ്ച ബിന്ദുക്കളെ, അതായത് പഞ്ചതന്മാത്രകളെ നമ്മുടെ ശരീരത്തിൽ ഉണർത്തി അതിനെ അതിക്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സാധകൻ ഉണ്ടാകാവുന്ന രോഗങ്ങള്, ശരീരത്തിന് രോഗമുണ്ടാകും. ആദ്യമായിട്ട് മന്ത്രസാധന ചെയ്യുന്ന ആളുകൾക്ക് തളർച്ച, അന്ധകരണ ശുദ്ധി ഇല്ലാത്തവർക്ക് ക്ഷീണമുണ്ടാവും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവാം. കാരണം ഈ ഒരു വഴിയില്, ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കണം. ഇതുവരെ ബഹിർമുഖമായിരുന്ന മനസ്സിനെ അതിനെ അടക്കി നമ്മൾ അന്തർമുഖമാക്കുക ചെയ്യുന്നത്. അപ്പൊ ബഹിർമുഖം എന്ന് പറയുമ്പോൾ ജഡവസ്തുക്കളില്, പ്രപഞ്ച വസ്തുക്കളിൽ കുരുങ്ങി നിന്ന മനസ്സിനെ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ആ ഒരു ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് ഇതെല്ലാം പിൻവലിച്ച് അന്തരംഗ സാധന, അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ബഹിരംഗ സാധന ചെയ്യാൻ പറയുന്നത്. ആദ്യം കുറച്ച് ബാക്കി, പെട്ടെന്ന് നമുക്ക് മെഡിറ്റേഷനും ചിന്തകളും അതൊന്നും പറ്റില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് ബഹിരംഗ സാധനകള്, ഒരു ശ്രീചക്രം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പടത്തിൽ കുറച്ച് സമയം പൂ അർച്ചിക്കുക, പഞ്ചോപചാരം ചെയ്യുക. ഈ കർമ്മങ്ങളിലൂടെ പതുക്കെ 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 നമ്മുടെ മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഷഡാധാരങ്ങളിലുള്ള ഓരോന്ന് തുടങ്ങാൻ. അപ്പൊ അത് മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി സഹസ്രാരം വരെ, അറ്റ്ലീസ്റ്റ് ആജ്ഞാചക്രം വരെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ പറയുന്നതെല്ലാം ഒന്ന് ഒതുങ്ങും. മനസ്സിന്റെ ചഞ്ചലത, ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ, പെട്ടെന്ന് വരുന്ന ആ ഒരു തരംഗം, ഋതത്തിന്റെ വ്യത്യാസം, ഇതെല്ലാം ശരീരത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മളിൽ. അപ്പോ അതിനെ അവലംബമാക്കി ശരീരത്തിൽ പല രോഗങ്ങളും വരാം. അതായത് ഭൂമിയിൽ ഉണ്ടാകുന്ന, നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ അന്നം. ഈ അന്നമെല്ലാം ഭൂമിയിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ അന്നമയ ശരീരം, അതാണ് നമ്മുടെ സ്ഥൂല ശരീരം, അതിലുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പൊ ഈ രോഗങ്ങളെ മാറ്റാനായിട്ട് സപ്തധാതുക്കൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ ധാതുക്കളുടെ ശുദ്ധമാക്കുക. ആ ധാതുക്കളിൽ വരുന്ന വ്യതിയാനങ്ങളുടെ മാറ്റങ്ങൾക്ക് ഒരു ചികിത്സാ പദ്ധതി ദേവിയെ അവലംബിച്ചുകൊണ്ട് തന്നെ, ലളിതാ സഹസ്രനാമത്തെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് പലർക്കും അറിയില്ല. അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 1000 മന്ത്രങ്ങളില് ഈ ഒരു ചികിത്സാ പദ്ധതി കോഡഡ് ആണ്, രഹസ്യമാക്കി വെച്ചിരിക്കുക. അതിനെയാണ് നമ്മളിപ്പോ അനാവരണം ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ ഈ ഒരു ദേവിയെ ആനന്ദ ഭൈരവ ഋഷി കണ്ടെത്തിയ 15 അക്ഷരമാകുന്ന ശ്രീവിദ്യാ മന്ത്രത്തെ സ്വീകരിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന അനുരണങ്ങള്, മാറ്റങ്ങള്, സ്പന്ദനങ്ങള് നമുക്ക് ആ വഴി തുറന്നു തന്ന്, ഈ യോഗം എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രം സ്വീകരിക്കുമ്പോഴും അന്തരംഗ സാധനയാണെന്ന് മനസ്സിലായിക്കൊള്ളണം. കാരണം അന്തരംഗ സാധന എന്ന് പറയുമ്പോൾ പ്യുവർലി യോഗ സാധന, അതായത് ചക്രങ്ങളെ ബേസ് ചെയ്തുള്ള സാധന എന്നർത്ഥം. അപ്പൊ മൂലാധാരത്തിൽ ഇരിക്കുന്ന ഈ ഭഗവതിയെ നമ്മൾ ഈ ഒരു കുണ്ടലിനി എന്ന് പറയുന്ന ലളിതാദേവിയെ നമ്മൾ പതുക്കെ ഉണർത്തി എവിടെയായിട്ടാണ് കൊണ്ടുപോകുന്നത്? സഹസ്രാരത്തിലോട്ട്. അത് നിസ്സാര കാര്യമല്ല, വളരെ കഠിന പ്രയത്നമാണ്. ഓരോ ഷഡാധാരങ്ങളും ശുദ്ധമായെങ്കിലും മാത്രമേ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഈ അമൃത ഗായത്രി ഛന്ദസ്സില് നമ്മൾ മന്ത്രം ജപിക്കുന്നത്. അമൃത ഗായത്രി ഛന്ദസ്? അതായത് ഈ 3 കൂടങ്ങളിൽ ജപിക്കുന്ന മന്ത്രങ്ങളും പരസ്പരം തൊട്ട് വേണം ജപിക്കാൻ. അഗ്നിമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു താഴെ നിന്ന് ജപിക്കുന്ന പഞ്ചദശാക്ഷരി മന്ത്രം മൂലാധാരത്തിൽ തുടങ്ങി അനാഹതത്തിലെ അഗ്നിയുടെ പ്രഭാവത്തോടു കൂടി വന്ന് അവിടെ നിന്ന് ആജ്ഞാചക്രത്തിലേക്ക് സൂര്യന്റെ പ്രഭാവവും, അവിടെ നിന്ന് ലലാട മധ്യത്തിലേക്ക് എങ്ങനെ വരണം? ചന്ദ്രന്റെ ശീതളിമയും. ഈ 3 തലങ്ങളിലൂടെ വേണം ഈ പറയുന്ന, അതാണ് അമൃത ഗായത്രി ഛന്ദസ്. അത് ഏത് മീറ്ററിലാണ് ജപിക്കേണ്ടതെന്നായി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജപിക്കുന്ന മന്ത്രം, നമ്മുടെ ഈ പഞ്ചദശാക്ഷരി മന്ത്രം
ശരീരത്തിലെ ഈ 3 മണ്ഡലങ്ങളിലും, അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സോമമണ്ഡലം, ഇതില് പല പല മാറ്റങ്ങൾ വരുമ്പോൾ ശരീരത്തിന് രോഗങ്ങൾ വരാം. അതിന് നമ്മൾ ആരെ ആശ്രയിക്കണം? ഈ ഭഗവതിയെ തന്നെ, ഈ ലളിതാ ത്രിപുര സുന്ദരിയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗങ്ങളെ മാറ്റാം എന്ന് ലളിതാ സഹസ്രനാമം കാണിച്ചു തരികയാണ് നമുക്ക്. ആ ഒരു ചികിത്സാ പദ്ധതി അത് വളരെ കോഡഡായിട്ട് അറിയുന്നവർക്ക് വേണ്ടി മാത്രം. അത് അറിയാൻ ഒരുപാട് ഋഷിമുനിമാർ അറിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് അവർ പോയിട്ടുണ്ട്. അപ്പൊ ഈ 1000 മന്ത്രങ്ങളിൽ അത് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, ദേവിക്ക് അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തില് സർവബാധ പ്രശംനി, സർവ മൃത്യു നിവാരിണി, മഹാപാതകനാശിന്യേ നമ, മൃത്യുദാരു കുഠാരികായേ എന്നൊക്കെ പറയുന്നത് ഈ ദേവിക്കുള്ള നാമങ്ങൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സർവബാധ പ്രശംനി. എന്താണ് സർവബാധ പ്രശംനി? നമ്മള് ദേവി മഹാത്മ്യത്തിലും കണ്ടിട്ടുണ്ട് അല്ലെ? സർവബാധ പ്രശംനി ത്രൈലോക്യ അഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മദ് വൈരി വിനാശനം. അപ്പൊ നമ്മുടെ വൈരികളെ ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവതി, സർവബാധകളെ ഇല്ലാതാക്കുന്ന അല്ലയോ ദേവി. അപ്പൊ ബാധ എന്താണ്? ബാധാസ്വരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രപഞ്ചത്തിലെ 17 ബാധകളാണുള്ളത്. ആബാധകൾ എന്ന് പറയും. സൂക്ഷ്മതരത്തില് നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി എന്നർത്ഥം. എത്രത്തോളം പോസിറ്റീവ് എനർജി ഉണ്ടോ അത്രത്തോളം നെഗറ്റീവ് എനർജിയും ശരീരത്തിലുണ്ട്, പ്രപഞ്ചത്തിലും ഉണ്ട്. അപ്പൊ ആ ബാധകൾ നമ്മളെ, അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ വൈറസ് രോഗങ്ങൾ വരുത്തുന്നത്, മനസ്സിന് മാറ്റം വരുത്തുന്നത് തൊട്ടുള്ള എല്ലാ ബാധാശക്തി, ആ ബാധകള് പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ അതിനെ ദേവി, ആ ദേവിയുടെ മന്ത്രസ്വരൂപം എന്താ? സർവബാധ പ്രശംനി, ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്നവൾ അല്ലയോ അമ്മ. നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ, നമ്മുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ഫോഴ്സസിനെ ഇല്ലാതാക്കുന്ന ദേവി. അപ്പൊ ഈ ശരീരത്തിന് എന്ത് മാറ്റം വന്നാലും അത് മനസ്സിനെ അഫക്ട് ചെയ്യും അല്ലേ? നമുക്കറിയാം സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലം വരുന്നത്. എല്ലാ ചെടിയും അതിന്റെ വിത്തിൽ നിന്നാണ് വരുന്നത്, അതിന്റെ വേരുകൾക്കാണ് പ്രാധാന്യം. അതുപോലെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ആ ഒരു കേന്ദ്രത്തിലാണ് ആശ്രയിച്ച്. എപ്പം മനസ്സ് തളർന്നോ രോഗം പെട്ടെന്ന് പടരും. നമ്മുടെ എല്ലാ ആശകളും അസ്തമിക്കുമ്പോൾ, നമുക്ക് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതില്ലാതാവുമ്പോ, ഈ ഒരു കൈവിട്ട് വെള്ളത്തിൽ താണു പോവാന്ന് പറയില്ലേ, അതുപോലെ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരിക്കലും മനസ്സ് തളരാൻ പാടില്ല. മനസ്സ് തളർന്നോ ശരീരം നമുക്ക് പിന്നെ ശരീരം നേരെ നിൽക്കില്ല, കിടന്നു പോകും. അപ്പൊ എന്തുകൊണ്ടായി നമ്മളിങ്ങനെ നടക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ സ്ഥൈര്യം കൊണ്ടാണ്. ഏതെങ്കിലും നമ്മളൊരു വിഷമഘട്ടം വരുമ്പോ ചിന്തിച്ചു നോക്കൂ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ന്യൂസ്, ഇഷ്ടജന വിയോഗം, ബാങ്ക്, നമ്മളിപ്പോ പൈസയാണ് വലുതായിട്ട് കരുതണമെങ്കിൽ നമ്മുടെ ഒരു 2 ലക്ഷം രൂപ ഇല്ലാതായി, അയ്യോ എന്ന് വിളിക്കും, ഒരു വീഴ്ച താഴെ ഇല്ലേ? പിന്നെ 10 പേര് വരണം നമുക്ക് മുഖത്ത് വെള്ളം തളിക്കാൻ, കാരണം പൈസയിലാണ് മനസ്സ് വെച്ചിരുന്നത്. അതേസമയം ഒരു ഇഷ്ടജന വിയോഗം, അടുത്ത ഒരു ബന്ധു മരിച്ചു എന്ന് കേൾക്കുക, പെട്ടെന്ന് ആകസ്മികമായിട്ട് കടന്ന് മരിക്കുന്ന, കാലമൃത്യുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മുടെ കൈവിട്ടു പോവും. അപ്പൊ അയ്യോ എന്ന് പറഞ്ഞ് കിടക്കുക. ഉടനെ ശരീരത്തിനെ നേരെ നിർത്താൻ പറ്റില്ല. അപ്പൊ എന്താണ് ശരീരത്തെ താങ്ങി നിർത്തുന്നത്? മനസ്സാണ് ശരീരത്തെ, സൂക്ഷ്മമാണ് സ്ഥൂലത്തെ താങ്ങുന്നത്. ഇതാണ് സത്യം. അപ്പോ ഈ ദേവി ഉപാസന എന്ന് പറയുന്നത് നമുക്ക് എന്ത് ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നാലും നമുക്കത് പിടിച്ചു നിർത്താനും അതിനെ കടന്നു പോകാനുമുള്ള ഒരു പ്രത്യേക ധൈര്യം തരുന്നതാണ് ഈ മന്ത്രം, ഈ ഒരു ശക്തി. അപ്പൊ സർവ ആബാധകളെയും ഇല്ലാതാക്കുന്ന ദേവി. ഇത് ലളിതാ സഹസ്രനാമത്തിൽ തന്നെയുണ്ട്. സർവ മൃത്യു നിവാരിണി. എല്ലാ മൃത്യുക്കളും, അപമൃത്യു, കാലമൃത്യു, നമ്മൾ വരുത്തുന്ന മൃത്യു, ഏത് മൃത്യു ആയിക്കോട്ടെ, എല്ലാ മൃത്യു നിവാരണ, മരണങ്ങളിൽ നിന്ന് രക്ഷിക്കൂ എന്നല്ല പറയണത്. മരണത്തെ ഇല്ലാതാക്കി ചിരഞ്ജീവിയായിട്ട് താമസിപ്പിക്കുന്നതാണോ ദേവി? അല്ല. നമുക്ക് ആവശ്യമില്ലാത്ത, അനാവശ്യമായിട്ട് വന്നു ചേരുന്ന ദുർഘടങ്ങളില്, മൃത്യു എന്ന് പറഞ്ഞാൽ മരണം എന്ന് മാത്രമല്ല, കാരണം മരണ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ. നമ്മൾ പറയില്ലേ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന്. അപ്പൊ ചിലര് മരണതുല്യമായിട്ട് അനുഭവങ്ങള്, നമുക്ക് അത്രയും ദുഃഖമുള്ള അനുഭവങ്ങൾ. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് രക്ഷ നേടാം. പക്ഷെ അതുപോലെയുള്ള അനുഭവങ്ങൾ വന്നാലോ, ഈ നീറി ഉമിത്തിയിലിരിക്കുക. ഇപ്പൊ നമുക്ക് പാർവതി ദേവി ശിവനെ കിട്ടാൻ വേണ്ടി ഉമിത്തിയിലിരുന്ന്, എന്താ പറയാ, പഞ്ചാഗ്നി മധ്യത്തിലെ അമ്മ തപസ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ? തന്റെ ദുഃഖങ്ങൾ, ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നീറി മരിക്കുക. അതുപോലെ സർവ മൃത്യു നിവാരണി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് താഴ്ത്തുന്ന ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന അല്ലയോ ഭഗവതി. മൃത്യു എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം എന്ന് മാത്രമല്ല, അത് മരണം എന്നും അർത്ഥമുണ്ട്.
കാലമൃത്യുവിലൂടെ നമ്മളെ കൊണ്ടുപോകും. നമുക്കൊരു എന്താ പറയാ, ഡെഫിനറ്റ് ആയിട്ടൊരു ബർത്ത് ഡേറ്റ് ഉള്ളതുപോലെ ഡെത്ത് ഡേറ്റ് ഉണ്ട്. 1978 ജനിച്ചെങ്കിൽ 1992 ഒരു മരണമാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡെത്ത് ഡേറ്റ്. അതുവരെ ഉള്ളൂ ആയുസ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ഫിക്സ്ഡ് ആക്കിയിട്ട് വരിക. അപ്പൊ അവിടെ എത്ര വയസ്സെന്നുള്ളതല്ല, ആ സമയം നമ്മൾ പോയിരിക്കും. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന നമ്മളെ താങ്ങാൻ പറ്റാത്ത ദുഃഖം, അത് മൃത്യുവിന് തുല്യമാണ്. അപ്പൊ മൃത്യു തുല്യമായിട്ട് വരുന്ന ദുഃഖങ്ങളെ അമ്മ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഇരുന്ന് അതിനെ നിവാരണം ചെയ്യിക്കും. അതിനെ നമുക്ക് കടത്തിവിടും. നമ്മള് ഈ പറഞ്ഞ പോലെ കടന്നു പോകുന്നത് അറിയില്ല. കാരണം അത് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കർമ്മത്തിൽ അത് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ പൂർവജന്മാർജിത കർമ്മമാണ് നമുക്കിത് അനുഭവിക്കാൻ കാരണമായി തീരുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കും. നമ്മൾ ഈശ്വര ചൈതന്യത്തോട് എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കാതിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ട് തീരും. അപ്പൊ പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് ഉണ്ടാവും. ആ പോസിറ്റീവ് മൈൻഡിന് ഈ ശരീരത്തെ താങ്ങി നിർത്താനുള്ള ശക്തി ഉണ്ടാവും. പിന്നെ മഹാപാതക നാശിന്യേ നമഃ. പാതകങ്ങൾ എന്താണെന്ന് ശ്രീവിദ്യ ഉപാസനയില് ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞപ്പോ നമ്മൾ കേട്ടു. ആ പാതകങ്ങൾ, മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കൈകൾ കൊണ്ട്. അപ്പൊ ഏത് കർമ്മം ചെയ്താലും ആ പാതകങ്ങൾ, ഈ ഒരൊറ്റ വാക്കുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും, എന്ത് ദോഷങ്ങൾ ചെയ്താലും ലളിതാ സഹസ്രനാമം ജപിച്ചാൽ ഇത് മാറുന്ന പറയാൻ കാരണം ഇതിനകത്ത് ഒറ്റ നാമം മഹാപാതക നാശിന്യേ നമഃ. പക്ഷെ ഇത് എപ്പോഴും, എങ്ങനെ, എവിടെ വെച്ചെന്നൊന്നും പറയുന്നില്ല. എന്താ? അനേക ജന്മങ്ങള് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മാത്രമേ പാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ. കുറച്ച് എന്താ പറയാ, മറ്റുള്ളവരെ ഹിംസിക്കുക, കൊല്ലുക, അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, രഹസ്യമായിട്ടുള്ള അജണ്ട വെച്ച് അവരെ നശിപ്പിക്കുക, ക്ഷേത്ര സ്വത്ത്, ഇങ്ങനെയുള്ള പാതകങ്ങളിൽ നിന്ന് രക്ഷ. അതും ദേവി തന്നെ മാറ്റി കൊടുക്കും. എങ്ങനെ? ഒരു ജന്മം കൊണ്ടല്ല, അനേക ജന്മത്തില് ദേവിയെ ഉപാസിക്കാൻ. അത് ഉപാസിക്കണമെങ്കിൽ തന്നെ എത്ര ജന്മം എടുക്കും? അപ്പൊ ദേവി അതും മാറ്റി കൊടുക്കുന്നവളാണ്. അപ്പൊ മഹാപാതക നാശിന്യേ മൃത്യുദാരു കുഠാരികായ നമഃ. ഈ നാമങ്ങളാണ് ഈ ദേവിക്ക്, ഈ ലളിതാ സഹസ്രനാമം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് അമ്മ എങ്ങനെ സഹായിക്കുന്നു? മൃത്യുദാരു കുഠാരികായ നമഃ. അപ്പൊ മൃത്യു എന്ന് പറഞ്ഞാല് മൃത്യുവാകുന്ന ഒരു കാട്, അതില്ലാതാക്കുന്ന കുഠാരിക, അല്ലെ? അപ്പൊ നമുക്കെന്താ, പലതരത്തിലുള്ള മൃത്യുകളുണ്ട്. അപ്പൊ ജന്മ മൃത്യു ജരാതത്വ ജനവിശ്രാന്തിദായിന്യേ നമഃ. ജന്മം വന്നാല് മൃത്യു ഉണ്ടാകും. അതിന്റെ ഇടയ്ക്കുള്ള ജീവിതം മൃത്യു തുല്യമാവാതെ, മൃതസ്വരൂപമാവാതെ, നമ്മളെ എനർജിയോടുകൂടി, നമ്മൾ ഈശ്വര വിശ്വാസത്തോടുകൂടി, ഒരു പോസിറ്റീവായിരിക്കുന്ന മൈൻഡോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ ചെയ്യാൻ നമ്മളെ നമ്മൾ ഒറ്റയല്ല, ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം. അപ്പൊ ആരാണ് ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ അർഹത എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. കാരണം ഈ അമ്മയെ നമ്മുടെ കൂടെ കാണുന്നവർക്ക് മാത്രം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരി, എത്രയോ കോടി ജന്മങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് യാതൊരു അനുഭവം ഇല്ലാത്തവരുണ്ട്. എത്ര ജന്മങ്ങള്. ഇപ്പൊ ഈ ജന്മം തന്നെ 35 വർഷം 45 വർഷം ലളിതാ സഹസ്രനാമം വായിച്ചവരെ എനിക്ക് നേരിട്ടറിയാം. പക്ഷെ ഒരു അനുഭവം ഉണ്ടായില്ല എന്നാ പറയുന്നത്. കാരണം എന്താ? അത് ബുക്കായിട്ട് നാമം വേറെ നാമി വേറെ എന്നുള്ള അർത്ഥത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അനുഭവം ഉണ്ടാവില്ല. എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ജപിക്കാൻ നമ്മളോട് പറയുന്നത്? അഹമിത്യേവ വിഭാവയേ ഭവാനി. എപ്പോഴാണോ ഒരു ഉപാസകൻ അവന്റെ ഉള്ളില് ദേവിയെ കണ്ട് ഈ ലളിതാ ത്രിപുരസുന്ദരി ഞാനാണ് എൻ്റെ ഉള്ളില്, അഹം ഇത്യേവ, ആ അഹമിതി സാക്ഷാത് നമ്മുടെ ഹൃദയപത്മത്തിലിരിക്കുന്ന രമണ മഹർഷി പറയും പോലെ ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, ആ ബ്രഹ്മസ്വരൂപിണിയായിട്ട് അവനവന്റെ ഹൃദയത്തില് ആരാണോ ഈശ്വരിയെ കാണുന്നത് അവന് മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ. അത് ഉറപ്പാ. കാരണം ഇത് വെളിയിലിരിക്കുന്ന വിഗ്രഹത്തിൽ കുറെ പൂവിടുന്നു, വെളിയിലിരിക്കുന്ന ചക്രങ്ങളിൽ ഇടുന്നു, ശ്രീചക്രത്തെ പൂജിക്കുന്നു, ബാഹ്യമായിട്ടുള്ള ആരാധന നമുക്കുള്ളിൽ അനുഭവം ഉണ്ടാക്കില്ല. അതൊരു ജസ്റ്റ് ഒരു പടി, ആദ്യത്തെ പടികൾ. ക്ഷേത്രാരാധന പോലെ അനേക ക്ഷേത്രങ്ങളിലും ഗംഗയിലും എല്ലാം കുളിച്ചിട്ടുള്ളവരാണ് നമ്മൾ, ഇല്ലേ? അനേക ക്ഷേത്രങ്ങളിൽ ദേവിയെ അന്വേഷിച്ച് നടന്നവരാണ്. പക്ഷെ കണ്ടില്ല, ഇല്ലേ? എല്ലായിടത്തും അലഞ്ഞു. ശങ്കരാചാര്യര് പറയുന്നുണ്ട്, അമ്മ കാടുകളിലും മേടുകളിലും ക്ഷേത്രങ്ങളിലും തീർത്ഥങ്ങളിലും അന്വേഷിച്ചു, അമ്മ കണ്ടില്ല. അമ്മ എൻ്റെ ഉള്ളിലാണ്, ആ ഒളിച്ചിരിക്കുന്ന ഗുഹ ഞാൻ ഇന്ന് കണ്ടു. അതിനാണ് ശിവ അപരാധ ക്ഷമാ സ്തോത്രത്തിൽ ഇനി ഞാൻ എൻ്റെ ഹൃദയപത്മത്തിലിരിക്കുന്ന, എൻ്റെ ഹൃദയ ഗുഹയിലിരിക്കുന്ന അമ്മയെ ആരാധിക്കട്ടെ. ഈ ശരീരത്തിൽ മാറ്റം വരണമെങ്കിൽ, ഈ മൃത്യുദാരി കുഠാരികയെ, സർവമൃത്യു നിവാരണിയൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? പുറത്തല്ല അമ്മയെ കാണേണ്ടത്. അങ്ങനെ ലളിതാ സഹസ്രനാമം ജപിക്കരുത്.
നമ്മൾ ഉപാസകർ എന്ത് ചെയ്യണം? അഹമിത്യേവ വിഭാവയേ ഭവാൻ, അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ജപിച്ചാലും കുഴപ്പമില്ല. എന്റെ ഹൃദയത്തില് എന്നെ ഞാനാക്കി തീർക്കുന്ന, എന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന അല്ലയോ അമ്മയെന്ന് പറഞ്ഞിട്ട് വേണം ഈ നാമം ജപിച്ചാലേ ശരീരത്തിന്റെ രോഗങ്ങള്, അനുഭവങ്ങള് ഇതൊക്കെ മാറുള്ളൂ. നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മുടെ വാസനാമയ ശരീരം ശുദ്ധമാവണമെങ്കിൽ വെളിയിലിരിക്കുന്ന ഒരു ദേവിയാണോ അത് ശുദ്ധമാക്കേണ്ടത്? അല്ല, നമ്മുടെ ഹൃദയപത്മത്തിലിരിക്കുന്ന ദേവി. അപ്പൊ ഈ നാമങ്ങളെല്ലാം തന്നെ എന്തിനാണ്? നാമിയെ അറിയാനാണ്. നാമത്തിനൊരു ഉടമസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോ ഏതമ്മ? എവിടത്തെ അമ്മ? എത്ര അമ്മമാരുണ്ട്? അപ്പൊ പലരും ലക്ഷ്മി ദേവി അമ്മ എന്ന് വിളിക്കാം, സരസ്വതി ദേവി, അതിനൊക്കെ മന്ത്രമില്ലേ? ഐമുണ്ട്, ഹ്രീമുണ്ട്. പക്ഷെ ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ഉടമ ഒരാളേ ഉള്ളൂ, ഈ ലളിത മഹാത്രിപുര സുന്ദരി അഹത്. ഈ ചെറിയ അഹം, അമ്മ ഞാൻ ചെറുതാണ്, ഒരു ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ജന്മങ്ങളിലൂടെ കർമ്മങ്ങൾ ആർജിച്ചു വന്ന എല്ലാ പാപങ്ങളും എനിക്കിരിക്കട്ടെ അമ്മ, ഞാൻ ഒന്നിനും യോഗ്യതയല്ല, ഇതായിരിക്കണം നമ്മുടെ ഭാവം. എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ ഇതൊരു മനുഷ്യ ജന്മം എനിക്ക് അമ്മ തന്നു, ആ അമ്മയെ പൂജിക്കാനുള്ള അവസരം തന്നു എനിക്ക്. ആ അവസരത്തിൽ എന്റെ ഹൃദയപത്മത്തിൽ നിന്ന് സദാ എനിക്ക് കാണാൻ പറ്റുന്ന, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന, അല്ലയോ ദേവി അമ്മയെക്കുറിച്ചുള്ള 1000 നാമാർച്ചനകളാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഭാവത്തോടു കൂടി ജപിച്ചാല് കാലക്രമേണ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ എങ്ങനെയാ കാളിയെ കണ്ടിരുന്നത്? നമുക്ക് ആദ്യം വെറും ഒരു പൂജകനായിട്ട്, അർച്ചകനായിട്ട് വന്നു. സ്വന്തം സഹോദരൻ പൂജ ചെയ്യാനായിട്ട് പകരം വന്ന ആള്. അദ്ദേഹം പാകപ്പെട്ടിരുന്ന പഴമാണ്. അദ്ദേഹം അവിടെ വന്ന് കാളിയെ തൊട്ടു, ആ വിഗ്രഹത്തെ തൊട്ടു, പൂജ ചെയ്തു, ബാഹ്യ അർച്ചനകൾ എത്ര കാലം ചെയ്തു? കൂടി വന്നാൽ 40 ദിവസം 50 ദിവസം കാളി വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരുന്ന് ഒന്ന് നോക്കി രണ്ടുപേരും. ദേവി രാമകൃഷ്ണ പരമഹംസരെ നോക്കി, എത്ര കാലമായി നിന്നെ കാത്തിരിക്കുന്നു? അമ്മ ചോദിക്കുന്ന പോലെ തോന്നി, അമ്മ ഞാൻ വന്നു. അതാണ് ആ പരസ്പര ബന്ധം. അത്രയ്ക്ക് പാകപ്പെട്ടിരുന്ന മനസ്സ്. ആ ബാഹ്യപൂജകൾ കൊടുത്തു ദേവിക്ക്, കുങ്കുമം ഇട്ടു, പൂവിട്ടു, ബഹിരംഗ സാധനങ്ങള് 10 ദിവസം 20 ദിവസം ഓരോ ദിവസവും ഇടുമ്പോഴും കണ്ണിക്കൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുക. അമ്മ ഞാൻ എന്താ ചെയ്യണത്? അമ്മ വെളിയിലാണോ എന്ന് ചോദിച്ചു. കൂടി വന്ന 2 മാസം 3 മാസം ബഹിരംഗ സാധനം കഴിഞ്ഞു. അഹമിത്യേവ, എന്റെ ഉള്ളിലാണ് അമ്മ എന്ന് തിരിച്ചറിഞ്ഞു. കുങ്കുമം സ്വന്തം തലയിലിട്ടു, പൂക്കൾ സ്വയം അർച്ചിച്ചു, കാളി വിഗ്രഹം നോക്കി ചിരിച്ചോണ്ടിരിക്കുക. കാരണം എന്താ? എത്ര പെട്ടെന്ന് ആ വിഗ്രഹത്തിൽ തൊട്ടപ്പോ തന്നെ അദ്ദേഹത്തിന് ഭാവസമാധി ഉണ്ടായി എന്നാണ്. പിന്നെ നൈവേദ്യം സ്വയം കഴിച്ചു, കാളിയുടെ മടിയിൽ കിടന്നു, മകനായി, അമ്മയായി, അമ്മയും മകനും കൂടെ സംഭാഷണം നടത്തി, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തു. വിളിക്കുന്നിടത്തെല്ലാം കാളി വന്നു. ഒരു പൂജ കഴിഞ്ഞ് കുറച്ച് നൈവേദ്യം കഴിച്ച് അമ്മയ്ക്ക് കൊടുക്കുക, മകനും കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിന്റെ തണുത്ത തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആളിനെ സ്വന്തം മടിയിലെടുത്ത് വെച്ച് കാളി ഊട്ടി എന്നാ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അദ്ദേഹം ബഹിരംഗത്തിൽ നിന്ന് അന്തരംഗത്തിൽ വന്നു. ഞാനാണ്, എന്റെ ഉള്ളിലാണ് കാളി എന്നുള്ള ഒരു തിരിച്ചറിവ്. ആ ഒരൊറ്റ തിരിച്ചറിവ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡില് ഈ ദേവിയെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉള്ളിൽ തന്നെ കാണണം, അല്ലെങ്കിൽ പുറത്ത് കാണാൻ പറ്റില്ല. പുറത്ത് കാണാൻ അത്രയും ശുദ്ധതയുണ്ടോ? നമ്മള് ദേവനെ പൂജിക്കും. ഇപ്പൊ നമ്മള് ശിവഭാവം, ശിവനെ പൂജിക്കണമെങ്കിൽ ശിവഭാവം എജയത്തെന്നാണ്. നമ്മൾ ശിവനെ പൂജിക്കണമെങ്കിൽ ശിവനായി തീരണം. അല്ലാതെ വെറും ഒരു ജീവനായിട്ടിരുന്ന് എങ്ങനെ പൂജിക്കും? ഈ ശരീരത്തില്, ഈ മാംസപിണ്ഡം, ഈ മനസ്സ്, ഈ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മങ്ങള് നമ്മൾ ശുദ്ധരാണോ? അശുദ്ധരല്ലേ? അപ്പൊ ഈ അത്രയും ഉയരണം. കാരണം എന്താ? ഇതിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആ ഭാവത്തെ കൊണ്ടുവരാൻ പറ്റും, ശിവഭാവത്തെ. അപ്പൊ നമ്മൾ എന്തിനാ ഈ ന്യാസം ചെയ്യുന്നത്? ഈ പറഞ്ഞ ആചമനമൊക്കെ ചെയ്യുന്ന എന്തിനാ? നമുക്ക് പൂജ ചെയ്യാനുള്ള ശുദ്ധത വരാനാണ്. ആ തലത്തിലേക്ക് ഭാവന ഉപനിഷത്ത് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. കാരണം നമ്മൾ ആ തലത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ശുദ്ധത വേണം. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ന്യാസങ്ങൾ ചെയ്ത് ഋഷി ഛന്ദസ്സിനെയൊക്കെ ഉപാസിച്ച് നമ്മുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ പൂജിക്കാൻ. കാരണം ഇന്ദ്രിയ ഗോചരമല്ലാത്ത മനോവാചാമ ഗോചര യഥോ വാചോ നിവർത്തിന്റെ അപ്രാപ്യ മനസ്സസഹ, മനസ്സിനും വാക്കുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്തിരിക്കുന്ന അമ്മ നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു മറ, ഈ 5 മറ, 4 മറ, കാളിയോട് പറയുന്നു, 4 മറ കൊണ്ട് മറക്കരുതേ. 4 വേദങ്ങളാകുന്ന അറിവുകളോടുകൂടി ആ മറ എന്ന് പറഞ്ഞാൽ ആ അറിവിലൂടെ മാത്രമേ നമുക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് പൂജ ചെയ്യുമ്പോഴും, ഏത് ഉപാസന ചെയ്യുമ്പോഴും, ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം?
ആ ഒരു ദേവിയെ നമ്മുടെ ഉള്ളിൽ തന്നെ ഭാവിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ലളിതാ പരമേശ്വരിയെ നമുക്ക് കാണാൻ പറ്റൂ. എന്നാലേ നമ്മുടെ ഈ പറഞ്ഞ ദുഃഖങ്ങള് നമ്മളെ എല്ലാത്തിലും കൈപിടിച്ച് നമ്മുടെ കൂടെ നടക്കും. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം നമ്മുടെ കൂടെയുള്ള ദേവിയെ കാണുക. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ലളിതാ സഹസ്രനാമങ്ങൾ എല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ലളിതാ പരമേശ്വരിയുടെ ആകാര വർണ്ണന, രോഗവർണ്ണന, ചികിത്സാ വർണ്ണന, ആ ഒരു സ്വസ്ഥ വൃത്തിയിലേക്ക്, അതിൽ നിന്ന് ഉയരുന്ന ആനന്ദം, അവിടെ നിന്ന് നമ്മുടെ എന്താ പറയാ മോക്ഷം, ഇതെല്ലാം ലളിതാ സഹസ്രനാമത്തില് കുറച്ച് നാമങ്ങളിലൂടെ 10, 50, 50, 60 നാമങ്ങളിലൂടെ ക്രമമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഒരു ദീപ്തി, അത് ദീപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ദിവ എന്ന് പറഞ്ഞാൽ ദേവശബ്ദം, പ്രകാശിക്കുന്ന ആകാശം, അതാണ് ചിന്മയ ഭൂമി. അപ്പൊ ദേവതയുടെ രൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവത പ്രകാശിക്കുന്ന സ്വരൂപത്തോട് കൂടിയവൾ, ദിവ്യമായിട്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യന് അതാണ് തടില്ലത സമരുചി എന്നൊക്കെ പറയുന്നത്. ആ ഒരു മിന്നൽ പിണറിന്റെ പ്രകാശം, നമ്മുടെ കണ്ണുകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത പ്രകാശത്തോടു കൂടിയ ആണ് ദേവതമാരെല്ലാം തന്നെ. അപ്പൊ ഈ ചിന്മയ ഭൂമിക, അതാണ് മന്ത്രഭൂമി എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ഒരു പ്രകാശ ഭൂമിയാണ്. അപ്പൊ ദേവതയുടെ സ്വരൂപം പ്രകാശമാണ്, അത് പ്രജ്ഞാനമാണ്, അത് സംവിത്താണ്. കാരണം ദേവതാ സ്വരൂപം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള പ്രജ്ഞാന ഘനരൂപിണിയെ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതിന്റെ അനുഭവ രൂപത്തിലുള്ള എന്താ പറയാ അറിവിനെയാണ് നമ്മൾ പ്രജ്ഞാനം, പ്രകർഷേണ ജ്ഞാനമായിട്ടിരിക്കുന്നത്. അപ്പോ സംവിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് ചിത്ത് രണ്ടും കൂടെ ചേർന്നത്, പ്യുവർ എക്സിസ്റ്റൻസ്. ചിത്ത്, ഞാൻ ഉണ്ട് എന്നുള്ള അവസ്ഥ, അത് സത്തുമായിട്ട് സത്ത് എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവസ്വരൂപം, സത്യമായിട്ടുള്ളത്, എന്നുമുള്ളത്, മാറ്റമില്ലാത്തത് സത്ത്. അപ്പൊ സത്തും ചിത്തും കൂടെ ചേരുമ്പോ ആനന്ദം. അപ്പൊ ഈ സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ഒരു സംവിത്തായിട്ടിരിക്കുന്നതാണ് ദേവത. അപ്പൊ അതാണ് ദേവത, സാധകന്റെ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഈ ദേവത നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഈ ദേവത ആരാണ്? നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന ജീവാത്മാവ്. ഈ ആത്മാവിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്, അത് നിസ്സാര കാര്യമല്ല. അപ്പോ ദേവത എന്ന് പറയുന്നത് സാധകന്റെ ആത്മജ്ഞാനമാണ്. വേദകാലം മുതൽ തന്നെ നമ്മൾ അഗ്നി, സൂര്യൻ, സോമം എന്ന ക്രമത്തിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തോളണം? ഒരു ശ്രീവിദ്യ ഉപാസകൻ ആദ്യ ഖണ്ഡം, മൂലാധാരം മുതൽ അനാഹത ചക്രം വരെയുള്ള ഖണ്ഡത്തെ നമ്മൾ അഗ്നിഖണ്ഡം, അതാണ് നമ്മുടെ അഗ്നിമണ്ഡലം. അവിടെയാണ് ക്രിയേഷൻ, പ്രോക്രിയേഷൻ എല്ലാം നടക്കുന്നത്. നമ്മളെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ വാസനകള്, പ്രപഞ്ചവുമായിട്ട്, ഭൂമി തത്വവുമായിട്ടുള്ള ബന്ധം നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങളാണ്. അവിടെയാണ് ആഗ്രഹ പൂർത്തീകരണങ്ങളെല്ലാം വരുന്നത്, കാമങ്ങള്. അപ്പൊ ഇതെല്ലാം എവിടെ വരും? അനാഹതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്നു, മണിപൂരക ചക്രം കഴിഞ്ഞു. അപ്പൊ ഈ അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് എന്താ പറയാ, ഏറ്റവും താഴത്തെ മണ്ഡലമാണ്, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യ ഖണ്ഡം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാമ്പിന്റെ ഭണം പോലെ ഉണർന്നു വരും എന്നാണ് സങ്കല്പം. പാമ്പ്, ഒരു ചുറ്റിക്കിടക്കുന്ന പാമ്പ്, അതിന്റെ തല ഇങ്ങനെ അതിന്റെ ആ ചുറ്റിനകത്ത് വെച്ച് കിടക്കും, ഇല്ലേ? അതേസമയം എന്തെങ്കിലും ഒരു ശബ്ദം, ആ ശബ്ദത്തിന്റെ മകുടി ഊതുക, മകുടി ശബ്ദം വിചാരിച്ചു നോക്കൂ. പതുക്കെ പാമ്പ് എന്ത് ചെയ്യും? ആ ചുറ്റിക്കിടക്കുന്ന പാമ്പ് പല ഭണം ഉയർത്താൻ തുടങ്ങും. ഒരു ഭണമുള്ള പാമ്പ്, 5 തലയുള്ള ഒരു സർപ്പം എങ്ങനെയാണോ കിടക്കുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 ബിന്ദുക്കള്, അതായത് മൂലാധാര സ്വാധിഷ്ഠാനം മുതൽ ആകാശം വരെയുള്ള പഞ്ചതത്വങ്ങളുള്ള പഞ്ചശിരസോട് കൂടിയ ആ ഒരു മൂലാധാര സ്വരൂപിണിയായിട്ട് കിടക്കുന്ന പാമ്പ് എപ്പോഴാണോ ശബ്ദങ്ങൾ കേട്ട് പതുക്കെ പതുക്കെ ഉണരുന്നത്, അത് എങ്ങനെയാണ് ഉണരുന്നത്? അതിന്റെ ഭണമാണ് ആദ്യം, അതിങ്ങനെ തലയാണ് ആദ്യം ഉയർത്തുന്നത്, ഇല്ലേ? അപ്പൊ ഈ അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞാല് പാമ്പിന്റെ ഭണം പോലെ ഉണർന്നു വരുന്നു എന്നാണ് സങ്കല്പം, ആ അനാഹതം വരെ. അപ്പൊ അതുകൊണ്ടാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. കുണ്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവൾ. കുണ്ടം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ദ്വാരം, ദ്വാരത്തിനകത്ത് ചുറ്റിക്കിടക്കുന്നവൾ. ഇപ്പൊ നമ്മളൊരു മരത്തിന്റെ പൊത്ത്, അതിനകത്ത് ചുറ്റിയെ കയറാൻ പറ്റും, അല്ലാതെ ഒരു നേരെ പോയി കിടക്കാൻ പറ്റുമോ അതിനകത്ത്? ഇല്ല. അതിങ്ങനെ ഹോസ് ചുറ്റി വെക്കും പോലെ, സ്പ്രിങ് പോലെ ഇങ്ങനെ ചുറ്റിയായിട്ട് ഒരു വലിയ പാമ്പിന് മുഴുവനും അതിനകത്ത് ഇരിക്കാൻ പറ്റും. പാമ്പിനിപ്പോ ഒരു 6 അടി നീളം ഉണ്ടെങ്കിലും പൊത്തിനകത്ത് അതിങ്ങനെ ചുരുങ്ങി വട്ടമായിട്ട് ഇരിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മളൊരു പേനയില്, അതായത് പേനയുടെ സ്പ്രിങ്, ഇപ്പൊ നമുക്കറിയാം, എന്താ പറയാ, ഇപ്പോഴത്തെ നമ്മുടെ മഷി ഒഴിക്കാത്ത പേന ഉണ്ടല്ലോ, ആ പേനയ്ക്കകത്തൊക്കെ ഒരു സ്പ്രിങ് കാണില്ലേ?
അപ്പൊ അതിന്റെ ശക്തി മുഴുവൻ അതിനകത്തോ എഴുതാനുള്ള മഷി മുഴുവനും ആ ഒരു ചെറിയ റീഫിലിനകത്ത് വെച്ചിട്ട് ഈ സ്പ്രിങ് വെച്ച് അമർത്തി വെച്ചിരിക്കുക. എഴുതും തോറും അതിങ്ങനെ ഇങ്ങനെ വരും. അപ്പൊ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റി വെക്കുന്നത്, കോയിൽഡ്. അപ്പൊ ഒരു സ്നേക്ക് കോയിൽഡ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ ശക്തി മുഴുവൻ ചുറ്റി ഇരിക്കുകയാണ്. അപ്പം എപ്പോഴാണ് ഇത് ഉണരുന്നത്? നാദതരംഗങ്ങളിലൂടെ, ശബ്ദത്തിലൂടെ അത് ഉണരും. ഉണരുമ്പോൾ അത് പതുക്കെ തല പൊക്കി അനാഹത ചക്രം വരെ അതിന്റെ ഫണങ്ങൾ ഉയർന്നു വരും. അപ്പൊ അതിന്റെ ഫണം പോലെ ഉയർന്നു വരുന്നു എന്നാണ് പണ്ടത്തെ യോഗികളുടെ സങ്കല്പം. അതുകൊണ്ടാണ് അതിനെ കുണ്ടലിനി, അഗ്നി കുണ്ടലിനി എന്ന് വിളിക്കും ഇതിനെ. അപ്പൊ ഇതിന് ആദ്യത്തെ കുണ്ടലിനി അഗ്നി കുണ്ടലിനി, രണ്ടാമത് സൂര്യ കുണ്ടലിനി, മൂന്നാമത്തത് ചന്ദ്ര കുണ്ടലിനി. കുണ്ടലിനിക്ക് തന്നെ 3 ഭാവങ്ങളുണ്ട്. അപ്പൊ അത് അഗ്നിയെ അറിയണമെങ്കിൽ നമുക്കൊരു യോഗാവസ്ഥ വേണം. ഈ അഗ്നി എന്ന് പറയുന്നത് എന്താണ്? അത് ഉണർന്ന് സ്വാധിഷ്ഠാനം കടന്ന് മണിപൂരകം വരെ പടർന്നു നിൽക്കും. അപ്പൊ എന്താണ് ഈ അഗ്നി? അഗ്നിയെ നമ്മൾ അഗ്നി സ്വരൂപം, നമ്മളെല്ലാം വേദത്തിൽ പോലും തുടക്കം അഗ്നിയിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് അഗ്നി മണ്ഡലമാണ്. അഗ്നി നീളെ പുരോഹിതം, എല്ലാം അഗ്നിയിൽ തുടങ്ങുന്നു അല്ലെ. അപ്പൊ ഈ അഗ്നിക്ക് 7 നാവുകളുണ്ട്. അഗ്നിക്ക് 7 നാവുകൾ നമ്മൾ ഇതൊക്കെ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കാളി, കരാളി, മനോജവ, വിശ്വരുചി, സ്ഫുലിംഗിനി തുടങ്ങിയ 7 നാവുകളോടുകൂടി ഭണാകാരത്തിലിരിക്കുന്ന മൂലകന്ധത്തെ ദംശിച്ച് സൂര്യമണ്ഡലത്തിൽ സൂര്യന് കൈമാറുന്ന, അപ്പോ അതായത് ഈ മൂല സ്വരൂപത്തിൽ കിടക്കുന്ന അഗ്നിമണ്ഡലത്തിൽ കിടക്കുന്ന ഈ പാമ്പ്, ഈ ഒരു സർപ്പണി രൂപത്തിൽ കിടക്കുന്ന കുണ്ടലിനി, അതിന് 7 നാവുകളുണ്ട്. അപ്പൊ അതെന്താ? ഈ കുണ്ടലിനി ഉണരുമ്പോ അതിന്റെ ഭണാകാരത്തിൽ മൂലകന്ധം എന്ന് പറഞ്ഞാൽ അതൊരു സ്വയംഭൂ ലിംഗത്തില് അതിങ്ങനെ ചുറ്റി കിടക്കുകയാണ്. അതിന്റെ വാ അമർത്തി കിടക്കുകയാണ്. വാലും കൂടെ വായ്ക്കകത്ത് വെച്ച് അങ്ങനെ എന്താ പറയാ, ഉണരാത്ത രീതിയിൽ വളരെ ശക്തമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മളതിനെ ഉണർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ടുള്ള സാധനകൾ വേണം. എന്നാൽ മാത്രമേ അത് ഉണരുകയുള്ളൂ. അതിന്റെ ഒരു അംശം മാത്രമാണ് ജീവിതത്തിന് വേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതിന്റെ ഒരു 15-20% മാത്രമേ അത് ഉണരുന്നുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എപ്പോഴാണോ ഇത് സ്റ്റോപ്പ് ആവുന്നത്, അപ്പോൾ ജീവൻ ശരീരത്തെ വിട്ടുപോകും. അപ്പൊ ഇത് ഉണരുമ്പോഴോ ശക്തി മുഴുവനും അവിടെ കോയിൽഡ് ആയിട്ട് സർപ്പണി രൂപത്തിൽ കിടക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഭണാകാരത്തിൽ കിടക്കുന്ന അഗ്നി മണ്ഡലത്തിൽ നിന്ന് ഇത് എന്ത് ചെയ്യും? പതുക്കെ എന്താ പറയാ, മൂലകന്ധത്തെ ദംശിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തിയെ ആ ശക്തി പ്രഭാവം കാണിച്ച് അവിടെ നിന്ന് സൂര്യമണ്ഡലത്തിലേക്ക് പോകും. സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാല് ഹൃദയചക്രം, അനാഹത ചക്രം. അപ്പൊ സൂര്യമണ്ഡലത്തിൽ സൂര്യന് കൈമാറും ഏത് ശക്തി? തന്റെ ആ ഒരു പ്രഭാവം, കുണ്ടലിനി ശക്തി സൂര്യമണ്ഡലത്തിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ കിരണാവലികള്, അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ അനേക കിരണങ്ങളോട് കൂടിയതാണ്. അപ്പൊ സൂര്യന്റെ കിരണങ്ങൾ വർദ്ധിക്കും. അപ്പൊ അതിന് സമാനമായിട്ട് ബാഹ്യമായിട്ടിരിക്കുന്ന ബ്രഹ്മാണ്ടം ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിലിരിക്കുന്നതും നമ്മുടെ ശരീരത്തിലിരിക്കുന്നതും ഒരേ രൂപത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു? സോമഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അനാഹതത്തിൽ നിന്ന് എവിടെ പോകും? ആജ്ഞാചക്രത്തിൽ വന്നിട്ട് അവിടെ നമ്മുടെ സൂര്യമണ്ഡലം എന്ന് പറയുന്നത് അനാഹതം മുതൽ ആജ്ഞ വരെ. അവിടെ നിന്ന് എവിടെയോട്ടാ പോകുന്നത്? ലലാട മധ്യമാകുന്ന സോമമണ്ഡലം. സോമം അവിടെ എത്തിച്ചേരുമ്പോ ഈ പറയുന്ന ചൂടുള്ള പ്രഭാവത്തോടു കൂടി വന്നത് എന്ത് ചെയ്തു? തണുപ്പായിട്ട് തീരുകയാണ്. സോമം എന്ന് പറഞ്ഞാല് തണുത്ത ഔഷധി. അത് എന്താ പറയാ, നമ്മുടെ ശരീരശാസ്ത്രത്തെ ബേസ് ചെയ്ത് അവിടെ നിന്നാണ് ശരിക്കും അംബ്രോസിയ എന്ന് പറയുന്ന അമൃത്. അപ്പൊ സോമമണ്ഡലത്തിൽ എത്തുമ്പോ ഈ കുണ്ടലിനി ശക്തി എന്തായിട്ട് തീർന്നു? തണുത്ത് ഈ പറഞ്ഞ നമ്മുടെ കൈലാസം എന്ന് പറഞ്ഞ മഞ്ഞുറഞ്ഞ മാമല, അതിനെയാണ് കൈലാസം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും കൈലാസം എന്ന് പറഞ്ഞാൽ ഭാവനകള്, കാമനകള് എല്ലാം ഇല്ലാതെ ശിവൻ എവിടെയാണോ തപസ് ചെയ്യുന്നത്, ഒരു ഋഷി തുല്യനായിട്ട് ശാംഭവി മുദ്രയിലിരിക്കുന്ന ശിവന്റെ സ്ഥാനമാണ് കൈലാസം. അവിടെ എന്താ? നമുക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണമോ ഒന്നുമില്ല. അവിടെ തപസ്, യോഗം മാത്രമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഈ കുണ്ടലിനി എന്തായിട്ട് തീരുന്നു? ആ ഒരു തണുത്ത ശീതളിമയുള്ള ഒരു സോമമായിട്ട്, ഒരു സോമലത. നമുക്ക് യാഗത്തിനൊക്കെ നമ്മൾ സോമയാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ അർപ്പിക്കുന്ന എന്താ? ഈ സോമലത ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ ചാറാണ് അവിടെ കൊടുക്കുന്നത്. എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ സോമമണ്ഡലത്തിൽ നിന്ന് ഒഴുകുന്ന ഈ അമൃതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ശരീരശാസ്ത്രമാണ് ലളിതാ സഹസ്രനാമത്തില് വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് അത് ഒരു 1-2 പ്രാവശ്യം ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പൊ നമുക്കിത് മനസ്സിലാവും. അപ്പൊ അതിനുള്ള ആ ഒരു ഭാവന നമുക്ക് വേണം. അപ്പൊ ആ ഒരു
പാരസ്പര്യം, അതിനൊരു പാരമ്പര്യം. നമ്മൾ ഈ മന്ത്രദീക്ഷ എടുത്ത് ഈ സത്യത്തെ അറിയണം. അതിന് ആണ് നമ്മൾ ജ്ഞാന സമ്പത്ത് എന്ന് പറയുന്നത്. ഈ ജ്ഞാനം, ഈ അറിവ് നമ്മുടെ ഉള്ളിൽ വേണം. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ ഇവ ഏകമാവുമ്പോൾ, അതായത് നമുക്ക് ഭാവന, പാരമ്പര്യം, നല്ലൊരു പാരമ്പര്യത്തിൽ ദീക്ഷ എടുക്കുക. ഇതിൽ കൂടുതൽ നല്ല പാരമ്പര്യം വരാൻ പറ്റില്ല. കാരണം ദത്താത്രേയ പരമ്പരയാണ്. ശിവ വിഷ്ണു ബ്രഹ്മ സംയോഗമായിരിക്കുന്ന ദത്താത്രേയന്റെ പരമ്പരയിൽപ്പെട്ട നാഥ് സമ്പ്രദായത്തിൽപ്പെട്ട ശിവയോഗികളുള്ള പരമ്പരയാണ്. അപ്പൊ പരമ്പര, നല്ല പരമ്പര, നല്ല പാരമ്പര്യം. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഭാവന വേണം. ഈ ജ്ഞാന സമ്പത്ത് നമ്മൾ എന്താ പറയാ, കൈക്കലാക്കണം. നമ്മൾ കേൾക്കണം, അറിയണം, ശാസ്ത്രങ്ങൾ പഠിക്കണം. ആ ഒരു ഗുരുവാക്യങ്ങളിൽ വിശ്വാസം വേണം. ഇത് മൂന്നും കൂടെ ഉണ്ട്. ഇത് മൂന്നും ഏകമാവുമ്പോൾ മാത്രമാണ് ഈ ഒരു ശാക്തേയ ഉപാസനയുടെ ദീപ്തി നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നിസാരാണോ ഈ കാര്യം? അല്ല. ഇത് മൂന്നും കൂടെ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഈ ശക്തി ഉപാസന എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന അനുഭവ സമ്പത്ത്, നമ്മുടെ ഉള്ളിൽ ദേവിയെ അറിയുക. നമ്മൾ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക എന്ന് പറയുന്ന പോലെയല്ല അനുഭവിക്കുക എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ നമുക്ക് കാണാം, അതിന്റെ നിറങ്ങളെ കുറിച്ച് വർണ്ണിക്കാം, അതിന്റെ മണം ശ്വസിക്കാം, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണനകൾ കേൾക്കാം. പക്ഷെ അനുഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആ വസ്തു നമ്മുടെ കയ്യിൽ തന്ന് നമ്മുടെ വായിലൂടെ നമ്മൾ അതിന്റെ രുചി ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടാകുക. മറ്റത് എത്ര പറഞ്ഞാലും അത് അന്യമായിട്ട് നിൽക്കുകയുള്ളൂ. ഒരു ജിലേബി ഇല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പലഹാരം കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയണു, ഇതിന് ഇത്ര മധുരമുണ്ട്, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്, ഇതിന് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇതിന്റെ നിറം കണ്ടോ, നല്ല അപാരമായിരിക്കുന്ന മണം. പക്ഷെ ഒരു വ്യക്തി അതിനെ രുചിക്കുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണോ, അത് നല്ലതാണോ, അവനവന്റെ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഒരു എന്താ പറയുക, ജ്ഞാനശക്തി, ഒരു സത്യം നമ്മളാണ് ചിലർക്ക് ചില ഇഷ്ടങ്ങള് എന്താ, ചിലതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം, മറ്റുള്ളവർക്കല്ല. പക്ഷെ ഈ ജ്ഞാനസമ്പത്ത് അങ്ങനെയല്ല. നമ്മള് ഈ മൂന്നും കൂടെ ഒന്നാവുമ്പോൾ ഈ ദേവിയെ നമ്മുടെ ഉള്ളിൽ അനുഭവമായിട്ട് അറിയാം. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഉറങ്ങുമ്പോഴായിരിക്കാം, ചിലപ്പോ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോ നമ്മൾ എന്താ ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഇല്ലെങ്കിൽ ശ്രീചക്രത്തിൽ പൂജിക്കുമ്പോഴായിരിക്കാം. ഒരു ചെറിയ ആവരണ മാറ്റം കൊണ്ട് ഈ ദേവിയെ ഈ അനുഭവ മണ്ഡലത്തില് ഒരു നിസ്സാരമായിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആയിരിക്കാം, പക്ഷെ അനുഭവത്തിലൂടെ അറിയേണ്ടുന്ന ദേവി. പക്ഷെ അനുഭവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭാവനയും പാരമ്പര്യവും ജ്ഞാനസമ്പത്തും കൂടെ ഏകീകൃതമാവണം. ഇതാണ് ശരിക്കും പറഞ്ഞ ശാക്തേയ ഉപാസന. എളുപ്പമല്ല. ബാഹ്യമായിട്ട് കുറച്ച് പൂവിട്ട് ശ്രീചക്രം മൂടുന്ന പോലെ അല്ല, എളുപ്പമല്ല ഇത്. കാരണം അനുഭവ മണ്ഡലം ഉള്ളിലാണ്. അപ്പൊ അനുഭവ മണ്ഡലത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അഗ്നിയെ നമ്മൾ ആദ്യം ഈ 3 മണ്ഡലങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായിട്ടൊരു ധാരണ വേണം. ഈ അഗ്നിയെ നമുക്ക് 2 രീതിയിൽ പൂജിക്കാൻ വിധിയുണ്ട്. ഒന്ന് ആന്തരിക പൂജാവിധി, 2 ബാഹ്യ പൂജാവിധി. അപ്പൊ ആന്തരിക പൂജാവിധി എന്ന് പറയുന്നത് എന്താ? ബാഹ്യ പൂജയ്ക്ക് നമുക്കറിയാം, നമ്മൾ ബാഹ്യത്തില് ഒരുപാട് നവാവരണ പൂജകള്, പഞ്ചോപചാര, ഷോഡശോപചാരം, ചതുഷ്ഷഷ്ടി ഉപചാരം എന്ത് വേണമെങ്കിലും ചെയ്യാം ബാഹ്യത്തില്. പക്ഷെ അന്തരംഗ പൂജാവിധി അങ്ങനെയല്ല. അതിന് പ്രത്യേകമായിട്ട് സമയാചാരം, അതായത് കൗളമാർഗത്തില് ബാഹ്യപൂജ കഴിഞ്ഞ് സമയ ദേവിക്ക് ഒരു പേരുണ്ട്, സമയ. ദേവിയെ ഓരോ ചക്രത്തിലും ഓരോ മന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ച് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലിരുത്തി, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിൽ കൊടുത്ത് അമ്മയെ സ്നാനം ചെയ്യിപ്പിച്ച് ആഭരണങ്ങൾ ധരിപ്പിച്ച് ധൂപദീപാദികൾ കൊടുത്ത് മണിപൂരകത്തിലിരുത്തി അമ്മയെ ഊഞ്ഞാലാട്ടി അവിടെ നിന്ന് വിശുദ്ധി ചക്രത്തിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് പ്രത്യേകത മന്ത്രങ്ങൾ, ആകാശം സ്പേസിലോട്ട് ആജ്ഞാചക്രത്തിൽ കൊണ്ടിരുന്ന ഗുരുരൂപിണിയായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് സഹസ്രാര പത്മത്തിൽ കയറ്റി കാമേശ്വരന്റെ മടിയിലിരുത്തി ആ ഒരു മറയിടുക, തിരസ്കരണിയിൽ അമ്മയെ അവിടെ ഇരുത്തണം. അത് കഴിഞ്ഞ് തിരിച്ച് ഓരോ എങ്ങനെയാണോ കൊണ്ടുപോയത് അതുപോലെ അമ്മയുടെ അടുത്ത് ക്ഷമാപണം പറഞ്ഞ് തന്റെ ഭർത്താവിന്റെ സന്തോഷമായിട്ടിരിക്കുന്ന അമ്മയെ താഴെയോട്ട് വിളിച്ചു കൊണ്ടുവന്ന് തിരിച്ച് മൂലാധാരത്തിൽ ഇരുത്തണം. സമയാചാരം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് ചിന്തകൾ വിട്ടുപോകാൻ പാടില്ല. കാരണം അമ്മയെ കൊണ്ട് വഴിയിലിരുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഒരിക്കലും ആ മണ്ഡപം കടന്നു പോകാൻ പറ്റില്ല. വളരെ വളരെ ശ്രദ്ധയോടുകൂടി അത്രയ്ക്ക് നമ്മുടെ പോയിന്റഡ് ആയിട്ട് വരും നമ്മുടെ ശ്രദ്ധ. അപ്പോഴും മാത്രമേ അമ്മയെ ആന്തരിക ഉപാസന, കാരണം ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും. കാരണം ധ്യാനങ്ങള്, ന്യാസങ്ങള്, മഹാന്യാസം, പ്രപഞ്ചന്യാസം അത് ശരീരത്തിൽ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ഉയർത്താൻ പറ്റൂ. ഉയർത്തി വഴിയിൽ കൊണ്ടുവച്ചിട്ട് മണിപൂരകത്തിൽ എത്തുമ്പോൾ ഫോൺ വന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരുന്നു, കഴിഞ്ഞു, അമ്മ അവിടെ തന്നെ ഇരിക്കും, പിന്നെ ഒരിടത്തും പോയില്ല.
അത് സമയാചാരം വളരെ നിഷ്കർഷയോടെ ഗുരുവിന്റെ ശ്രദ്ധയോടുകൂടി ഗുരുവ് ആദ്യം കൂടെ ഇരുന്ന് ചെയ്തെങ്കിൽ മാത്രമേ സഹസ്രാരത്തിൽ എത്താൻ പറ്റൂ. 1.5 മണിക്കൂർ എടുക്കും അതിന്റെ മന്ത്രങ്ങളും എല്ലാം കൂടെ തന്നെ. പക്ഷെ ഒരിക്കൽ ആ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന പല യോഗികളും അങ്ങനെയാ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് തീർന്ന് ഈ പറയുന്ന അമൃതത്തെ അനുഭവിച്ചുകൊണ്ട് ആ ദേവിയെ അനുഭവം ഉണ്ടാക്കാം. നമ്മുടെ ഉള്ളില് ആ ഒരു ദേവീയ അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ അറിയേണ്ടത് അറിയണം. ഈ പൂജാവിധികളെല്ലാം തന്നെ ബാഹ്യപൂജകൾ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പൂക്കൾ പഞ്ചശുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാഹ്യപൂജകൾ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ അന്തരംഗ പൂജ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനികളെ അന്തരംഗത്തിൽ പൂജിക്കുന്ന ഏതാ? നമ്മുടെ തന്നെ ചക്രങ്ങളാ, നമ്മുടെ തന്നെ ആധാര ചക്രങ്ങളെയാ പൂജിക്കുന്നത്. അപ്പൊ നിസ്സാരകാരി അല്ലത്. അപ്പൊ ആന്തരിക ചക്രങ്ങളെ പൂജിക്കുമ്പോൾ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനവൃദ്ധന്മാർ, അറിവുള്ളവരടുത്ത് ആ അറിവ്, അതായത് അറിയേണ്ടതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ട് മാത്രമേ ആ പൂജകൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയേണ്ട രീതിയിൽ ഏതൊക്കെയാണ് ചക്രങ്ങൾ, എത്ര ദളങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ അക്ഷരങ്ങളാണ് ആലേപനം ചെയ്തിരിക്കുന്നത്, ആ ദേവതമാരെല്ലാം ദേവിയെ എങ്ങനെ പൂജിക്കണം, ഓരോ പത്മത്തിൽ ഇരുത്തുമ്പോഴും സ്വാധിഷ്ഠാനത്തിലുള്ള ആ പറഞ്ഞ മൂലാധാരത്തിൽ 4 പത്മം, 6 പത്മം, 10, 12, 16 ഇതിലിരിക്കുന്ന ഓരോ ദേവതമാരെ കൊണ്ടും ദേവിക്ക് അർച്ചന ചെയ്യിപ്പിക്കണം. കാരണം അമ്മയെ പൂജിച്ച് എഴുന്നള്ളിച്ചിരുത്തി അവിടെ നിന്നാണ് അടുത്ത ചക്രത്തിലോട്ട് അവർ കയറ്റി വിടുന്നത്. തിരിച്ചു പോകുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. തിരിച്ചു പോകുമ്പോൾ അമ്മ ദുഃഖിതയാണ്. കാരണം തന്റെ പതിയിൽ നിന്ന് വിട്ടുപോകുന്ന സങ്കടം കൊണ്ട് അമ്മ നേരെ മൂലാധാരത്തിൽ പോകും. പക്ഷെ പോകുമ്പോഴോ ആർഭാടമായിട്ട് സന്തോഷമായിട്ട് പതിയുടെ അടുത്തേക്ക് എങ്ങനെയാണോ ഒരു കുലാങ്കന ഒരു കുലവധുവിനെ അയക്കുന്ന പോലെ ചെയ്യണം. കാരണം മണിപൂരകത്തിലൊക്കെ എനിക്ക് ഗുരുജി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല ഇതുവരെ. ഭയമാണ്. കാരണം എവിടെയെങ്കിലും വെച്ചൊരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ നിന്ന് പോകുന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയമാണ്. ഉള്ളിൽ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് ഭാവിക്കും. അല്ലാതെ ഓരോ ചക്രത്തിലിരിക്കുന്ന ദേവതയെ കൊണ്ടും പൂവിട്ട് നമസ്കരിച്ച് ഇന്നത് കൊടുത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി തന്ന ഒരു പൂജാ പദ്ധതി തന്നെ അതിനുണ്ട്. അപ്പൊ അത് ആ സ്ഥലത്തിൽ എത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജ്ഞാനവൃത്തൻ എന്ന് പറഞ്ഞാല് അറിയുന്നവരിൽ നിന്ന് നമ്മളിത് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോ ജ്ഞാനവാർദ്ധിക്യം എന്ന് പറയുന്നത് ഏതാണോ നമ്മളെ ഷടാധാരങ്ങളില് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന അറിവെന്നർത്ഥം, ബഹിരംഗ സാധന അല്ല, ജ്ഞാനം അകത്തുള്ളത്. അപ്പൊ ഈ അനുഗ്രഹം, ഈ ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ് അറിവ്. അറിവ് വരുംതോറും നമുക്ക് എന്താ? ശാന്തി ഉണ്ടാകും. ഇതാണ് ഇതിന്റെ ഒരു അന്തരംഗ സാധനയുടെ ഏറ്റവും വലിയ ആ ഒരു പ്രൈം മോട്ടീവ്. എന്താന്ന് വെച്ചാൽ ശാന്തി, സമാധാനം. കാരണം എന്താ? ഈ അമ്മയെ ഉള്ളിൽ അറിയുമ്പോൾ നമുക്ക് ശാന്തി കൂടിക്കൂടി വരും. ബാഹ്യപൂജയ്ക്ക് കവളം അഥവാ നമ്മൾ കുലാചാരം എന്ന് പറയും, മറ്റത് സമയാചാരം. അതാണ് ആന്തരിക പൂജാവിധി. അപ്പൊ സമയത്തില് 64 തന്ത്രങ്ങളിൽ ശിവനായിരിക്കുന്ന പശുപതി ഉണ്ടാക്കിയതാണ്. ഈ ശിവൻ തന്നെയാണ് ഈ സമയാചാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഹൃദയസ്ഥയായിട്ടിരിക്കുന്ന ഹൃദയ പത്മത്തിലിരിക്കുന്ന ലളിതാ പരമേശ്വരി അറിയാനുള്ളതാണ് സമയം എന്ന് പറയുന്ന ആന്തരപൂജ. അത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ദഹരാകാശത്തിലാണ്. ദഹരാകാശം എന്ന് പറഞ്ഞാൽ ഹൃദയപത്മം, അവിടെ ഇരിക്കുന്ന സ്പേസിലാണ് ഇത് നടക്കുന്നത്. മറ്റേത് ബാഹ്യാകാശത്തില് മൂർത്തിയെ വെച്ച് ചെയ്യുന്ന ബാഹ്യപൂജകള്. ലളിതാ പരമേശ്വരി എങ്ങനെയൊക്കെ നമുക്ക് പൂജിക്കാൻ പറ്റുക? ഒന്ന് ദേവിയുടെ മൂർത്തി വെച്ച്, 2 ദേവിയുടെ ശ്രീചക്രത്തില്, ഈ 2 എണ്ണത്തിൽ, ഇല്ലെങ്കിൽ വിളക്കിൽ ആവാഹിച്ച് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിൽ ദേവിയെ പൂജിക്കാം. ഇല്ലെങ്കിൽ ശ്രീചക്രത്തിന്റെ പത്മം ഇട്ട് ആവാഹിച്ച് ചെയ്യാം. ഇതൊക്കെയാണ് ശാക്തേയ പൂജകൾ ബാഹ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അന്തരംഗം ശുദ്ധമാക്കുന്ന എന്താ പറയാ പൂജകൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ പൂജാമുറിയിൽ കയറുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? പൂജാമുറി തൂത്ത് തുടയ്ക്കുക, അല്ലേ? അഴുക്കുകളൊക്കെ വൃത്തിയാക്കുക. പൂജാമുറി എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരംഗത്തിലെ പൂജാമുറി എന്തായിരിക്കണം? നമ്മുടെ എന്താ പറയാ ഷഡ് ഊർമികള്, ഷഡ് വൈരികള്, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെല്ലാം കടന്ന് ശുദ്ധമായ അന്തരംഗമുള്ളവർക്ക് മാത്രമേ അന്തരംഗ സാധന പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ബാഹ്യപൂജകളിലൂടെ എന്ത് വേണം? ആന്തരിക ശുദ്ധി ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത് പതുക്കെ വളരെ പതുക്കെ വർഷങ്ങളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അന്തരംഗം ശുദ്ധമാവും. കാരണം മന്ത്രവും ബാഹ്യപൂജകളും അന്തരംഗ ശുദ്ധിയുടെ ബേസിക് തലങ്ങളാണ്. നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവർ ഈ പറഞ്ഞ ദുസ്സംഗങ്ങളില്ലാതെ സത്സംഗങ്ങളിൽ ഇരുന്ന് മനസ്സ് ശുദ്ധമായി സദാ ദേവിയെ കുറിച്ച് വിചാരിക്കുന്നത്, എപ്പോഴാണോ നമ്മളൊരു പ്യൂപ്പ പോലെ സദാ ഒരു ചിത്രശലഭമാവാൻ വേണ്ടി ചിത്രശലഭത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, അത് തന്നെ ആയിത്തീരും. യത് ഭാവം തത് ഭവതി.
അപ്പൊ നമ്മൾ എന്തിനെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെ ഈ അമ്മയാണ് 24 മണിക്കൂറും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അന്തരംഗ ശുദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകും. അത് പതുക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പൂജാ സാമഗ്രികള് കാലം, നിഷ്ഠ, പഞ്ചശുദ്ധി ഇതെല്ലാം വേണം. എന്തിന്? ബാഹ്യ പൂജയ്ക്ക്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ശുദ്ധമായിരിക്കേണ്ട അന്ധകരണം, ആ അന്ധകരണം ഇതെല്ലാം ശുദ്ധമായിട്ട് വെച്ചു എന്ന് ഇരിക്കട്ടെ. പക്ഷെ അന്ധകരണം ശുദ്ധമല്ലെങ്കിലോ? അശുദ്ധമായിരിക്കുന്ന അന്ധകരണം കൊണ്ട് ഒരിക്കലും ദേവി പൂജ സ്വീകരിക്കില്ല. അപ്പൊ ബാഹ്യ പൂജകൾക്ക് ഒരുപാട് സാമഗ്രികൾ വേണം. അത് സംഭരിക്കുന്നതിനൊക്കെ മനസ്സ് വ്യാപരിക്കുമ്പോൾ മനസ്സ് അശുദ്ധമാകും. രാവിലെ കഴിച്ച് എനിക്ക് എന്താ പറയാ, കരിമ്പ് നീര് കിട്ടിയില്ല, അല്ലെങ്കിൽ പഴം കിട്ടിയില്ല, ശർക്കര ഇല്ല, എന്തെങ്കിലും ഉണ്ടാവുമ്പോ അതില്ല ഇതില്ല, മനസ്സിന് ഒരുപാട് വ്യാകുലതകൾ ഉണ്ടാവും ഇല്ലേ? ബഹിരംഗ പൂജയ്ക്ക് വെള്ളത്തിൽ എങ്ങനെ തുളസി കിട്ടിയില്ല, എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിൽ പിടിച്ചു നിൽക്കും നമ്മള്. കാരണം അതൊക്കെ നമുക്ക് എന്താ പറയാ, ഒരു ഒഴിച്ചുകൂടാനാവാത്തതും, അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദുഃഖമാണ്. ആ ദുഃഖത്തോടു കൂടി പൂജ ചെയ്താലോ ഒരു ഫലവും ഇല്ല. പക്ഷെ ഉള്ളതിനെ വെച്ച് ഒരു തുള്ളി വെള്ളം, ഇല്ലെങ്കിൽ ഒരു പുഷ്പം, ഫലം, തോയം എന്ത് കിട്ടിയാലും അത് അമ്മയാണ്, ഇതേ എനിക്ക് ഇന്നുള്ളൂ അമ്മ, ഞാൻ എന്താ ചെയ്യാ, എനിക്ക് എന്റെ മനസ്സ് തരാം, ശുദ്ധമായിരിക്കുന്ന അന്തരംഗത്തോടു കൂടി പൂജ ചെയ്താൽ അമ്മയ്ക്ക് അത് മതിയെന്നാ പറയുന്നത്. ഈ ബഹിരംഗ ഈ പറഞ്ഞ ബാഹ്യത്തിലുള്ള സാമഗ്രികൾ ആവശ്യമില്ല. അപ്പൊ മനസ്സ് അശുദ്ധമാകാതെ സൂക്ഷിക്കുക. അപ്പൊ ആളുകളെ ഈ ചേർത്ത് സാമഗ്രികൾ ചേർത്ത് ചെയ്യുന്ന പൂജകൾക്ക് അന്ധകരണ ശുദ്ധി കുറയും. അതുകൊണ്ടാണ് നമ്മളിപ്പോ അമ്പലങ്ങളിൽ ചെന്ന് നടത്തുന്ന പൂജകൾക്കൊന്നും ഫലം വലുതായിട്ട് കിട്ടാത്തത്. കാരണം നമ്മുടെ പേരും നാളും എഴുതി നമ്മളൊരു മെസ്സഞ്ചറെ ഏൽപ്പിക്കുക. ഈശ്വരനാകുന്ന ദേവി വേറെ എവിടെയോ ഒരു മൂർത്തിയിൽ അമ്പലത്തിന്റെ ഗർഭഗൃഹത്തില് വിഗ്രഹത്തിലിരിക്കുന്നു. ഞാനിതാ വരുന്നു, ഞാൻ വലിയ ആള്, ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരൂ എന്ന് പറഞ്ഞ ഒരു ചീട്ട് എഴുതുന്നു. എന്താ? ശത്രു സംഹാരാർത്ഥം, ഇഷ്ടകാര്യ സിദ്ധ്യർത്ഥം. എന്താണ്? അവിടെ ചെന്ന് അമ്പലത്തിന്റെ വെളിയിൽ ഒരു വലിയ ലിസ്റ്റ് കാണും, സഹസ്രനാമാർച്ചന ഇല്ലെങ്കിൽ പുഷ്പാഞ്ജലി. എന്തിന്? ഉടനെ മനസ്സിലൊരു കാര്യം വന്നു, എനിക്ക് പ്രമോഷൻ വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളെ ഇന്നടത്ത് പോകണം, ഇങ്ങനത്തെ ഒരു ആഗ്രഹത്തോടു കൂടി ചെന്ന്, അതാണ് അവിടെയാണ് അഹം വരുന്നത്, ഞാൻ ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ഭാവനയോടുകൂടി തുണ്ടെഴുതി നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യക്കാരൻ, ഒരു ജോലിക്കാരൻ, പൂജാരി, പൂജയുടെ ശത്രു, പൂജയുടെ അരി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ലേ, അവിടെ ഈ തുണ്ട് കൊണ്ട് കൊടുത്തിട്ട് കയ്യും കെട്ടി അവിടെ നിൽക്കുക. കാരണം എന്താ? അപ്പൊ അമ്മയുടെ മുമ്പിൽ നിൽക്കും ദാസനെ പോലെ, അമ്മ നടത്തി തരൂ, എനിക്ക് ഈ കാര്യങ്ങൾ നടത്തി തരൂ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി 10 മാലകള്, ദേവിക്ക് പ്രത്യേകം സാരി, തട്ടങ്ങളിൽ പ്രത്യേകം ഫ്രൂട്ട്സ്, ഇതൊക്കെ വെച്ച്. കാര്യം എന്താ? കൂടുതൽ കൊടുത്താലേ കൂടുതൽ കിട്ടുള്ളൂ, പെട്ടെന്ന് വേണം എനിക്ക് കാര്യം, ഇത്ര 41 ദിവസം, അതിനോടൊക്കെ എനിക്കിത് വേണം, ഈ പ്രൊമോഷൻ, ഈ ട്രാൻസ്ഫർ, അത് വേണം, ഇത് വേണം, ഇതെല്ലാം പറഞ്ഞ് നമ്മളല്ല ചെയ്യുന്നത്. ഇവിടെ ഇടയ്ക്ക് ഒരാളിന് പൂജാരിക്ക് കൊടുക്കണം. അയാൾ എന്താ അവിടെ ചെയ്യുക? അവിടെ ചെന്ന് മൂർത്തിക്ക് രാവിലെ ജപിച്ച 27 നക്ഷത്രങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നടത്തണേന്ന് പറഞ്ഞ് ലോകകാര്യ സിദ്ധ്യർത്ഥം, ലോക അനുഗ്രഹ ഹേത്യർത്ഥം ഈ ദേവതയെ ഈ ഒരു മൂർത്തിയിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാവിലെ 27 നക്ഷത്രത്തിന് അവിടെ ചെയ്തിട്ടേക്കും. അവിടെ ചെന്ന് കുറെ നേരം കണ്ണടച്ച് ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറഞ്ഞ് 2 പൂവ് എടുത്തിട്ടിട്ട് ഈ തുണ്ട് അവിടെ വെക്കും അമ്മയുടെ മുമ്പിൽ. നമ്മൾ എഴുതി കൊടുത്തത്. നമ്മൾ ആരാണ്? ഇപ്പൊ ഇവിടെ രാജാവും ജോലിക്കാരനും ആരാ? നമ്മള് രാജാവും നമുക്ക് ചെയ്തു തരുന്ന ജോലിക്കാരി ഭഗവതി. നമ്മളിവിടെ ഇത്രയും രൂപ കൊടുത്ത് ഇത്രയും ചെയ്യുന്നു, അവിടെ ചെയ്ത് അവിടെ ചെന്ന് എവിടെ എന്ത് ശുദ്ധമാണ് ഇവിടെ? ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാല് എന്തൊക്കെ ശുദ്ധതകൾ പാലിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ പോവാൻ? അത് വളരെ വളരെ പ്രധാനമാണ്. എന്താണ് ക്ഷേത്രശുദ്ധി? എന്തുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നില്ല? ഇപ്പം വീണ്ടും ദൈവങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. കുറെ കാലം അടച്ചിട്ടൊന്നും കൊടുക്കാതിരുന്നപ്പോ അവരെല്ലാം എന്താ പറയാ, ഓടിപ്പോയോ അവര്? ഇല്ലല്ല, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഫലം കിട്ടുന്നില്ല? വന്ന ഏത് തന്ത്രിയാണോ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് അങ്ങേരെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഏത് ദേവതയെ, അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കുന്ന ദേവതയാണ് പുതിയ ആളുകൾ വന്ന് പൂജിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് അതായത് ഈ പാലക്കാട് ഭാഗം അവിടെയൊക്കെ ഒറ്റപ്പാലത്തൊക്കെ പല ക്ഷേത്രങ്ങളിലും തെറ്റായിട്ടുള്ള മൂലമന്ത്രം ജപിച്ച് പല അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു. കാരണം കൊറോണ വന്ന പൂജാരികൾ പോയപ്പോ പുതിയ പൂജാരികൾ വന്നപ്പോ ഏത് മൂർത്തിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, തന്ത്രി വരാറില്ല. അപ്പൊ ഇതൊക്കെയാണ് ക്ഷേത്രങ്ങളുടെ അവസ്ഥ. അപ്പൊ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ നമ്മൾ ചെന്ന്, നമ്മൾ രാജാവും ക്ഷേത്രത്തിലിരിക്കുന്ന ദേവത നമ്മുടെ എന്താ പറയുക ശിഷ്യരല്ല, പരിചാരകൻ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ഇത്രയും ചെയ്തോളണം. പക്ഷെ അതുവരെ ഞാൻ എന്താ ദാസ്യഭാവത്തിൽ നമസ്കരിച്ച് മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച്, അമ്മ ശരി ഞാൻ വരാം, 41 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് അമ്മയെ കാണാം, വേണ്ടതൊക്കെ ചെയ്തേക്കാന്ന് പറഞ്ഞൊരു വാണിംഗ്.
അതിനെല്ലാം ഒരു ഭീഷണി സ്വരമുണ്ട്. കാരണം 50 രൂപ ചെലവാക്കിയിട്ടുണ്ട് അവിടെ. ഒരു 10 രൂപയുടെ മാലയും ഒരു മൂട് ചാമ്പ്രാണിത്തിരിയും. ഇത്രയാണ് നമ്മുടെ അധികാരം. അവിടെ ചെന്ന് ദൈവത്തോട് പറയുക ചെയ്തു തരാൻ. ഇതാണ് അവിടെ നടക്കുന്നത്. അതേസമയം ആ ഒരു ബഹിരംഗ സാധനയ്ക്ക് ചെലവാക്കുന്ന സമയം, അവിടെ കൊടുക്കുന്ന ആ ഒരു പഞ്ചഭൂത ശുദ്ധികൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഇത്രയും ചെയ്യുന്നതിന് പകരം നമ്മൾ നേരിട്ട്, നമുക്ക് എന്തിനാണ് മീഡിയേറ്റർ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയ്ക്ക് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. അവിടെ താഴ്മയോടെ വിനയത്തോടു കൂടി അമ്മ ഇത് ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ ഏതമ്മയാ നമുക്ക് ചെയ്യാതിരിക്കുക? അപ്പൊ ഈ മനസ്സ് ശുദ്ധമാകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പൂജയ്ക്കെല്ലാം തന്നെ, അതായത് നമ്മൾ ആളുകളെ ചേർക്കുക, സാമഗ്രികളെ ചേർക്കുക. ഒരു പൂജ എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ നമ്മുടെ അന്ധകരണം വ്യാപരിക്കും. അപ്പൊ നമുക്ക് ഈ ശുദ്ധി കുറയും. അന്ധകരണ ശുദ്ധി കുറയുമ്പോഴാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പൊ അന്ധകരണ ശുദ്ധിയാണ് എല്ലാത്തിനും പ്രധാനം. അപ്പൊ ഈ എത്രയും ഈശ്വരീയമായ എന്താ പറയുക, ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഈ രോഗങ്ങൾക്ക് കാരണം എന്നുള്ള ചോദ്യം ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പൂജകൾ ചെയ്തിട്ടും നമുക്ക് രോഗമുക്തി വരുന്നില്ല, അല്ലെങ്കിൽ കാര്യസാധ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ദേഷ്യം വരും. ഈ ദേവതയുടെ അടുത്ത് ചെന്നു, ഇന്നടത്ത് ജ്യോത്സ്യൻ എഴുതിയെടുത്ത് പോയി ഇത്രയും ദിവസം ചെയ്തിട്ട് എനിക്ക് കാര്യസാധ്യം വന്നില്ല. ഉടനെ ഈ ദേവത ശക്തിയില്ലാത്ത ദേവത. ഉടനെ അടുത്ത പ്രശ്നം വെച്ചു, അടുത്ത ദേവത. അങ്ങനെ 30 ദേവതകളിലും സഞ്ചരിച്ച് അന്ധകരണ ശുദ്ധി വരാതെ ഈ കർമ്മങ്ങളൊന്നും പൂർത്തിയാവില്ല. കാരണം എപ്പോഴാണോ നമുക്ക് ആ ഒരു അധികാരഭാവത്തോടുകൂടി പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒന്നും ചോദിക്കാൻ അധികാരമില്ല. കാരണം പ്രകൃതി നമുക്കെല്ലാം എന്താ പറയാ, ഒന്നും ഒരു പൈസ പോലും മേടിക്കാതെ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ. അപ്പൊ അതിനെ വെച്ചൊരു പൂജ, ഈ പഞ്ചഭൂത സ്വരൂപിണിയായിരിക്കുന്ന അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വയ്യ, ഒരു പൂവെടുത്ത് അർച്ചിക്കാൻ പറ്റണില്ല. നമ്മൾ അതിന് വേറെ മൂന്നാമതൊരാളിന്റെ, ആ ആളിന്റെ അന്ധകരണ ശുദ്ധി കൂടെ നോക്കണം. നമുക്ക് നമ്മൾ കൊടുക്കും 10 രൂപ, 100 രൂപ, 50 രൂപയൊക്കെ ദക്ഷിണ അല്ലേ? ആ ദക്ഷിണയിലൂടെ കിട്ടുന്ന പുണ്യമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഇപ്പൊ നമ്മളോട് പ്രത്യേകിച്ച് 100 രൂപ കൊടുക്കുന്ന ആളോട് കുറച്ചുകൂടെ സ്നേഹം കാണും പൂജാരിക്ക്, അത്രയൊക്കെ ഉള്ളൂ. എന്നാലും നമ്മുടെ കാര്യം നടക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ അന്ധകരണ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ബാഹ്യപൂജകളിലും അതെ, ആന്തരിക പൂജയിലും അതെ. അന്തരംഗ പൂജ ചെയ്യുമ്പോൾ അന്ധകരണ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എത്രത്തോളം ശുദ്ധമായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാവും, നമ്മുടെ കാര്യങ്ങൾ, കാമ്യകർമ്മങ്ങൾ നടക്കും, രോഗവിമുക്തി ഉണ്ടാകും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ബാഹ്യപൂജകളിലെ പലരുടെയും വാസനകള് അതിന് ശുദ്ധം കുറയും. കാരണം നമ്മളൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് ഒരു പൂജ ചെയ്യുമ്പോൾ ആ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അമ്മ ഈ കാര്യം നടക്കണേ, ഈ കാര്യം നടക്കണേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ എന്താ പറയാ, ആ ഒരു ശുദ്ധമായ മനസ്സോടുകൂടി ദേവിയെ പൂജിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് പലതും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മള് ബാഹ്യപൂജകളില് വാസനകളാണ് നമ്മുടെ ശ്രദ്ധ കുറയ്ക്കുന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം സ്വയം തന്നെ നമ്മുടെ പിണ്ടാണ്ട ശരീരത്തെ അറിയണം. നമ്മുടെ ശരീരം എന്താണ്, നമ്മൾ ഈ പൂജകൾ എന്തിനാണ്, ഈ പൂജകൾ കൊണ്ട് നമ്മളിൽ വരുന്ന വ്യത്യാസം, ഈ മന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു, ഈ ദേവത ആര്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു ഉപാസകൻ സ്വയം ചെയ്യേണ്ട കാര്യമാണ് പൂജ. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ കണ്ടു, തന്റെ ഹൃദയപത്മത്തിലിരിക്കുന്ന ശിവലിംഗ പൂജ, ആത്മപൂജ എങ്ങനെ ചെയ്യണം. ശ്രദ്ധാനദിയും വിമലചിത്ത ജലാഭിഷേകം, നമ്മുടെ ശ്രദ്ധയാകുന്ന ആ ഒരു വിമല ചിത്തം കൊണ്ട്, ശുദ്ധമായ മനസ്സുകൊണ്ട് അമ്മയെ ചിന്തിക്കുന്നത് തന്നെയാണ് ആ ശിവലിംഗത്തിലെ ജലം അതിൽ അർപ്പിക്കുന്നത്, ഇല്ലേ? അപ്പൊ നമ്മുടെ ഈ ഓരോ ഭാവനകളും നമ്മുടെ മനസ്സിനെ ചിത്തശുദ്ധിക്ക് കാരണമാകും. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു സ്വയം നമ്മുടെ പിണ്ടാണ്ട ശരീരത്തെ അറിയണം. ആ ശരീരത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബ്രഹ്മാണ്ടത്തെ അറിയാൻ പറ്റൂ. അപ്പൊ പിന്നെ പിണ്ടാണ്ടത്തിലൂടെ നമ്മൾ ബ്രഹ്മാണ്ടത്തെ അറിയുമ്പോൾ ഈ പിണ്ടാണ്ട ബ്രഹ്മാണ്ട സംയോഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. നമുക്ക് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് പലതും നടക്കേണ്ടത്, അല്ലേ? നമ്മുടെ തടസ്സങ്ങള്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടുന്നാ വരേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ നിന്ന്. പ്രപഞ്ചത്തില് പല രൂപത്തിലായിട്ട് നമുക്ക് കാര്യസാധ്യം വരണം. ഈ ഒരു പാരസ്പര്യം, ഈ ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറി നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കാണാം. അപ്പോ പതുക്കെ നമ്മള് ആ ഒരു പിണ്ടാണ്ട ദേവതയെ അറിയും. ഈ മന്ത്രത്തിലൂടെ പതുക്കെ നമ്മൾ ഉള്ളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ പലതും ഗോപ്യമായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന മനസ്സിന്റെ, ശരീരത്തിന്റെ ഉള്ളറകളിലേക്കായിരിക്കും നമ്മുടെ യാത്ര. അപ്പൊ ആ ദേവതയെ അറിയുമ്പോൾ എന്ത് ചെയ്യും? ആ ദഹരാകാശത്തില് അമ്മയെ അറിയണം.
പതുക്കെ പതുക്കെ ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഈ മൂലാധാര സ്വാധിഷ്ഠാനങ്ങളിൽ എല്ലാ ചക്രങ്ങളിൽ ഇരിക്കുന്ന 51 അക്ഷര സ്വരൂപികളായിരിക്കുന്ന അമ്മയുടെ ശക്തി ദേവതകൾ നമുക്ക് എന്ത് അനുഗ്രഹം തരും? ഈ അമ്മയിലോട്ട്, ഈ അമ്മയെ അറിയാനുള്ള അനുഗ്രഹം തരും. എന്താ അനുഗ്രഹം? ചിത്തശുദ്ധി. അത് തന്നെ. ആ ഒരു സുഷുമ്ന നാഡിയിലൂടെ ഈ നമ്മുടെ പ്രാണശക്തിയെ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഇതിനെയാണ് നമ്മൾ ചക്രപൂജ എന്ന് പറയുന്നത്, സമയപൂജ. അപ്പൊ നമ്മുടെ പിണ്ടാണ്ട ദേവതയെ അറിഞ്ഞ് നമ്മുടെ ദഹരാകാശത്തിൽ നമ്മൾ ദേവിയെ പൂജിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ഉറപ്പ്, നമുക്ക് അമ്മയെ അവിടെ കാണാം എന്നുള്ള ഒരു ഉറപ്പ് വരും. അങ്ങനെ ഇതിനാണ് നമ്മൾ ചക്രപൂജ അല്ലെങ്കിൽ സമയപൂജ. ചക്രപൂജ പുറത്തല്ല. ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീചക്രം, ശരീരമായിരിക്കുന്ന ശ്രീചക്രത്തിലെ ആധാര ചക്രങ്ങളെ പൂജിച്ച് ദഹരാകാശത്തിലിരിക്കുന്ന സമയേശ്വരിയായിരിക്കുന്ന ആ ലളിതാ പരമേശ്വരിയും ആയിട്ടുള്ള സംഗമം, അമ്മയെ അറിയൽ, അതിനെയാണ് നമ്മൾ അന്തരംഗ പൂജ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ശരീരശാസ്ത്രം ശ്രീചക്രത്തിന്റെ, അതായത് ശ്രീചക്രത്തിലെ സംഹാരക്രമത്തിലും സൃഷ്ടിക്രമത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടും നമ്മൾ അറിയണം. എങ്ങനെയാണ് സൃഷ്ടി? ബിന്ദുവിൽ നിന്ന്, ആ ബിന്ദു മുതൽ ഈ ഭൂമി തത്വം വരെയുള്ള, ശിവൻ മുതൽ ഭൂമി പര്യങ്കം വരെയുള്ള 36 തത്വങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? ആ ബിന്ദു എന്താണ്? ശിവശക്തി ഐക്യ സ്വരൂപമായിരിക്കുന്ന ഒരു ചെറിയ പൊട്ടിൽ നിന്ന്, ആ ഒരു സോഴ്സിൽ നിന്ന്, ആ ഒരു ത്രികോണത്തിലൂടെ, അഷ്ടകോണത്തിലൂടെ, അന്തർദശാരം, ബഹിർദശാരത്തിലൂടെ, ചതുർദശാരം, പിന്നെ പത്മങ്ങള്, ഈ പറഞ്ഞ നമ്മുടെ വാസനകള് നമ്മൾ എങ്ങനെ ശബ്ദസ്പർശ രൂപത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ എത്തിച്ചേരുന്നു? അഷ്ടദള ഷോഡശ ദളങ്ങളിലൂടെ നമ്മൾ ഭൂപുരത്തിൽ വന്ന് ചേരുകയാണ്. ഭൂമി എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഗ്രോസ് ആയിട്ടിരിക്കുന്ന തത്വത്തിൽ വന്ന് മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് എങ്ങനെയാണ് സൃഷ്ടിക്രമം? അതറിയണം. പിന്നെ എന്റെ തിരിച്ചുപോക്ക് എങ്ങനെയാണ്? ഈ ഒരു ഭൂപുരത്തിൽ നിന്ന് എന്റെ യാത്ര. അപ്പൊ ഈ പറഞ്ഞ മൂലാധാരത്തിൽ ഇരിക്കുന്ന എന്റെ കോൺഷ്യസ്നെസ്, എന്റെ ബുദ്ധി, എന്റെ അഹംബോധം എങ്ങനെ സഞ്ചരിക്കണം? തിരിച്ച് ഈ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം, ഇല്ലേ? അപ്പൊ ഈ ശരീരശാസ്ത്രം, അതാണ് ശരിക്കും ശ്രീചക്രം. ഈ ശ്രീചക്രത്തിലെ സൃഷ്ടിക്രമവും സംഹാരക്രമവും നമ്മുടെ സമ്പ്രദായത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സംഹാരക്രമമാണ്. നമ്മൾ ഭൂപുരത്തിൽ നിന്നാ പൂജ തുടങ്ങുന്നത്, സൃഷ്ടിക്രമത്തിലല്ല. കാരണം ഈ സംഹാരക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞു, തിരിച്ചിനി എങ്ങനെ അവിടെ എത്തിച്ചേരാം? നമ്മൾ ഓരോരുത്തരും എവിടുന്ന്? ആകാശതത്വത്തിൽ നിന്നില്ലേ? മണിദ്വീപത്തിൽ നിന്ന് ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? ഈ ഭൂമിയിൽ. നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ, ഇല്ല ഇനി വരാൻ പോണമെന്നൊന്നും അല്ല, വന്നു കഴിഞ്ഞ് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോ എങ്ങനെ പോവും? വഴി അറിഞ്ഞില്ല, അല്ലേ? അപ്പൊ ഭഗവാനോട് ചോദിക്കുന്നത്, വലിയൊരു കാട്ടിൽ അകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയെ നേർവഴി അരുളേണം നാഥ തിരുവയ്ക്കം വാഴും ശിവശംഭു. ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച, ഈ കാട്ടിൽ ഇരുന്നോണ്ട് എനിക്ക് വഴി കാണിച്ചു തരണേ അമ്മ, എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ പറയുമ്പോ നമുക്ക് വഴി കാണിച്ചു തരാനാണ് അമ്മ എത്തുന്നത്. കണ്ടോ, നീ വന്ന വഴി ഇതാണ്, നിനക്ക് യോഗം വേണോ, തിരിച്ച് എൻ്റെ അടുത്ത് വരണോ, ഇങ്ങനെ വരുമെന്ന് നമുക്ക് അമ്മ കാണിച്ചു തരണോ. അതാണ് നമ്മുടെ ആ ഒരു സൃഷ്ടി സംഹാര ക്രമങ്ങൾ ശ്രീചക്രത്തിന്റെ. സൗന്ദര്യ ലഹരിയിൽ ഇത് വളരെ വ്യക്തമായിട്ട്, സൗന്ദര്യ ലഹരി തന്നെ സമയാചാരാണ്. അവിടെ ബഹിർ പൂജകൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരി ഉടനെ പഠിക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദേവി മഹാത്മ്യം പഠിച്ച് ത്രിഗുണാത്മികയായിരിക്കുന്ന ദുർഗയെ മനസ്സിലാക്കി ദുർഗമങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ദുർഗ ഏഴ് തലത്തില്, ആകാശദുർഗ, വനദുർഗ, അഗ്നിദുർഗ, ജലദുർഗ, ദുർഗയുടെ 8 ഭാവങ്ങളുണ്ട്. അതില് സിദ്ധിയായിട്ടിരിക്കുന്ന ദുർഗ. ഈ ദുർഗയെ മനസ്സിലാക്കി ദുർഗമമായിട്ടുള്ള കാര്യം, നമ്മുടെ ദുർഗമൻ എന്ന് പറയുന്ന അസുരൻ, അമ്മ എന്തിനാ വന്നത്? ദുർഗമനെ കൊല്ലാൻ. ദുർഗയുടെ ആവിർഭാവം, അമ്മ വന്ന് ഈ നമ്മുടെ ഉള്ളില് ഭണ്ഡാസുരനെ പോലെ, മഹിഷാസുരനെ പോലെ ഈ ദുർഗമനുണ്ട്. എന്താ? ഏത് കാര്യവും നമുക്ക് തടസ്സം, എന്ത് ചെയ്യാനാണെങ്കിലും തടസ്സം. എന്താ കാര്യം? നമ്മുടെ വാസനകള്, നമുക്ക് അത് ചെയ്യാൻ കഴിവില്ല എന്നൊരു തോന്നല്. ഇതാണ് ദുർഗമൻ. ശരിക്കും പറഞ്ഞ ദുർഗം എന്ന് പറഞ്ഞാൽ അഗാധമായിരിക്കുന്ന കിടങ്ങുകൾ എന്ന അർത്ഥമുണ്ട്, വലിയ തടസ്സങ്ങൾ എന്ന അർത്ഥമുണ്ട്. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. തത്വമാണ് ഞാൻ പറയുന്നത്. ദുർഗമാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ബാഹ്യത്തിലെ കഥയില് ദേവി ദുർഗമാസുരനെ വധിച്ചു. അതുകൊണ്ടാണ് ദേവിക്ക് സഹസ്രനാമം, ദകാരാദി ദുർഗ സഹസ്രനാമം ജപിച്ചാൽ സർവ്വ ആപത്ത് നിവാരണം എന്നാ പറയുന്നത്. കാരണം അതിനെ ഇല്ലാതാക്കുന്നതാണ് ദുർഗ. അപ്പൊ ഈ ദുർഗയെ, ത്രിഗുണാത്മികയായിരിക്കുന്ന ദുർഗയെ മനസ്സിലാക്കി നമ്മളെ ത്രിഗുണങ്ങളെ അതിക്രമിക്കണം. സത്വ രജസ് തമോ ഗുണങ്ങളാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന 3 ഗുണമായിരിക്കുന്ന ദുർഗാ പരമേശ്വരി, കാളി, ലക്ഷ്മി, സരസ്വതി.
ഈ 3 ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്, സത്വ രജസ് തമോ ഗുണങ്ങൾ. അപ്പൊ ഗുണങ്ങളെ അതിക്രമിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ദേവീ മഹാത്മ്യം പഠിക്കണം. ദേവീ മഹാത്മ്യം പഠിച്ച് ഗുണങ്ങൾക്കെല്ലാം ഒരു മിതത്വം വന്നതിന് ശേഷം ലളിതാ സഹസ്രനാമം പഠിക്കണം. എന്താ ലളിതാ സഹസ്രനാമം? ഇത് നമ്മുടെ ശരീരശാസ്ത്രം. ശ്രീചക്രമായിരിക്കുന്ന ലളിത, അമ്മയുടെ ബാഹ്യ സ്വരൂപം, അന്തരംഗ സ്വരൂപം, ഈ സൃഷ്ടിക്രമം, ലയക്രമം, ഇത് രണ്ടും പഠിക്കും. എന്തിലൂടെ? ശ്രീചക്രത്തിലൂടെ. അതിനുശേഷം മാത്രമേ ഈ പറയുന്ന വഴികളും എവിടെ കൂടെയൊക്കെ പോയാൽ ദേവിയിൽ എത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി ലളിതാ ത്രിപുര സുന്ദരിയെ ശരീരത്തിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ സൗന്ദര്യലഹരി എന്ന് പറയുന്ന സമയാചാരം. അതുകൊണ്ടാണ് സൗന്ദര്യലഹരി ചാടിക്കേറി പഠിക്കരുതേ എന്ന് ഞാൻ പറയുന്നത്. കാരണം സൗന്ദര്യലഹരി പഠിക്കാൻ പാടില്ല, ചുമ്മാ അർത്ഥങ്ങൾ വായിച്ചു പോകാം, അത് വേറെ. പക്ഷെ ഉപാസകൻ സൗന്ദര്യലഹരി 3ാമതേ പഠിക്കാവൂ. കാരണം അത് സമയാചാരമാണ്. അതിലിരിക്കുന്ന ഓരോ 100 ശ്ലോകങ്ങൾക്കും 100 യന്ത്രങ്ങളുണ്ട്. കാരണം യന്ത്രമന്ത്ര തന്ത്രാദികളായിട്ട് 3ഉം അന്തരംഗ സാധനയിൽ ലയിപ്പിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന സൗന്ദര്യലഹരി. അപ്പൊ സൗന്ദര്യലഹരി എന്ന് പറയുന്നത് ഈ ഭാരതത്തില് നമ്മളെ ശരീരശാസ്ത്രം എന്ന് പറയുന്നത് ശ്രീചക്രമാണ്. അതുകൊണ്ട് ലളിതാ ത്രിപുര സുന്ദരിയെ മനസ്സിലാക്കി സ്വശരീരത്തെ, തന്റെ ശരീരമായിരിക്കുന്ന പിണ്ഡാണ്ടത്തെ അറിഞ്ഞ് 9 ത്രികോണങ്ങൾ, നമ്മുടെ ശരീരം എന്താണ്? ആ 9 ശിവാത്മക. അവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ സൗന്ദര്യലഹരിയിൽ എന്താ കാണുന്നത്? ശിവശക്തിയായുക്തോ യതി ശക്തപ്രഭവിതം എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ ശിവൻ എന്ന ശവം, അതിൽ ശക്തിയായിരിക്കുന്ന ദേവി. അപ്പൊ നമ്മൾ അകൃത പുണ്യ പ്രഭവതി എന്ന് പറയുന്നത്, നമുക്കിത് ചെയ്യാൻ തന്നെ അകൃതങ്ങളായിരിക്കുന്ന പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ദേവിയെ പൂജിക്കാൻ പറ്റുള്ളൂ. അവിടെ തന്നെ സമയാചാരം തുടങ്ങുകയാണ്. കാരണം എല്ലാം അവിടെ അന്തരംഗ സാധനയാണ്. ആ സമയാചാരത്തിന്റെ ബേസിക് അത് നമ്മൾ കൗള ഉപാസന ചെയ്ത് ഒരു തലത്തിൽ അത്രയും ഒതുങ്ങിയതിന് ശേഷം ശരീരബോധത്തിൽ നിന്ന് യഥാർത്ഥ ത്രിപുര സുന്ദരിയെ ശരീരത്തിൽ ദർശിച്ചതിന് ശേഷം മാത്രമേ ആ 16ാമത്തെ കലയായിരിക്കുന്ന ഷോഡശ കലയായിരിക്കുന്ന ആ ഒരു ഷോഡശി 3 വയസ്സുള്ള കുട്ടി 6, 9, 15, 16. അപ്പൊ ഈ 16ാമത്തെ കലയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ സമയാചാരം നല്ലവണ്ണം നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഷോഡശ കല അനേക വർഷങ്ങൾ ഷോഡശി മഹാമന്ത്രം ജപിച്ചിട്ട് അന്തരംഗ സാധനയിൽ കയറാവൂ. കാരണം അവിടെ തെറ്റ് വരാൻ പാടില്ല. കാരണം ദഹരാകാശത്തിൽ പൂജിക്കപ്പെടേണ്ടവളാണ്. അപ്പൊ ആദ്യം നമ്മുടെ ശരീരശാസ്ത്രം എങ്ങനെയാണ്? ശരീരശാസ്ത്രം ശ്രീചക്രത്തിന്റെ 9 ത്രികോണങ്ങൾ അല്ലെ, ശിവാത്മകങ്ങളായിരിക്കുന്ന 4 ത്രികോണങ്ങൾക്ക് മുകളിൽ ശക്തിയാത്മകങ്ങളായിരിക്കുന്ന 5 അധോമുഖ ത്രികോണങ്ങൾ. അപ്പൊ താഴെയുള്ള സ്ഥലത്തിന് എന്താ പറയുക? ബൈന്ദവ സ്ഥാനം എന്ന് പറയും, ബിന്ദുസ്ഥാനം. ഇതാണ് ശ്രീചക്രത്തിന്റെ പ്രധാനം. അതെങ്ങനെയാണ് അതിന്റെ ജോമെട്രിക്ക്, അത് എങ്ങനെ വന്നു എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എവിടെ? ബൈന്ദവ സ്ഥാനത്ത്. അപ്പൊ ലളിതാ സഹസ്രനാമത്തില് അതിന്റെ കൃത്യമായിട്ടുള്ള വർണ്ണനയുണ്ട്. അപ്പൊ നമ്മുടെ ആചാര്യ ഗുരുപരമ്പരയിൽ നിന്ന് ഉപദേശം നേടി കൃത്യമായിട്ട് അത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ അറിയും. കാരണം ഈ ബൈന്ദവ സ്ഥാനത്തിന്റെ പേരാണ് സുധാ സിന്ധു. ആ സുധാ സിന്ധു എന്ന് പറയുന്ന ദേവി ഇരിക്കുന്ന ആ ഒരു ബിന്ദുസ്ഥാനത്തിന് ചുറ്റുമുള്ള സുധാ സിന്ധൂർ മധ്യേ എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. ഏതാണ്ട് 43 ത്രികോണ മധ്യത്തിലാണ് ഈ ഉത്തമമായിരിക്കുന്ന ബിന്ദുസ്ഥാനം എന്നർത്ഥം. 43 ത്രികോണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അറിയണം. അവിടെ എവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ശിവാത്മകങ്ങളും ശക്തിയാത്മകങ്ങളുമായിട്ടുള്ള ആ ത്രികോണങ്ങൾ തമ്മിൽ പരസ്പരം ചേർന്നിരുന്ന് അതിന്റെ പ്രത്യേക തരമായിട്ടുള്ള ലയവിന്യാസത്തിലാണ് ഈ ബിന്ദു വരുന്നത്. ആ ബിന്ദുവിൽ നിന്നില്ലെങ്കിൽ ബിന്ദു വികസിച്ചാണ് ഈ പ്രപഞ്ചമായതെന്ന് പറയാം. അപ്പൊ ഈ എന്താ പറയാ, ദേവിയുടെ മന്ദിരം എവിടെയാണ്? ശരിക്കും പറഞ്ഞാല് ഈ 43 ത്രികോണ മധ്യത്തില് ഉത്തമമായിരിക്കുന്ന ബിന്ദുവിലാണ് അമ്മയുടെ മന്ദിരം. അതായത് അമ്മയുടെ ആ ഒരു ചിന്താമണി ഗൃഹം, സുധാ സിന്ധൂർ മധ്യേ ഇരിക്കുന്ന ആ ഒരു ശിവാകാര മഞ്ചത്തില് പരമശിവ പര്യങ്ക നിലയത്തിലിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി, കാമേശ്വര അംഗത്തിലിരിക്കുന്ന കാമേശ്വരി. അമ്മയുടെ ആ ഒരു സ്ഥലം, ദേവിയുടെ സ്ഥലം, ആ മന്ദിരത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ കാണണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന ഉപാസനകളെല്ലാം തന്നെ. അവിടെ എത്താൻ എന്ത് ചെയ്യണം? മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയെ, അതായത് മൂലകന്ധത്തെ ആ ഒരു പാമ്പ്, അതായത് കുണ്ടലിനി പാമ്പിനെ കൊണ്ട് ദംശിച്ചിട്ട് മുഖം കൊണ്ട് ആ പുച്ഛം എന്ന് പറഞ്ഞ വാലിനെ മറച്ചിരിക്കുന്ന ചുരുണ്ട് കിടക്കുന്ന ആ ഒരു ബ്രഹ്മരന്ധ്രത്തെ ആശ്രയിച്ച് സാധകൻ ഇത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചറിയണം. എന്നാൽ മാത്രമേ ദേവിയുടെ അനുഭവം ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. അല്ലാത്തതൊക്കെ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക ചിന്തകൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ചിന്തിച്ച് ഇന്നതൊക്കെയാണ് പലരുടെയും കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ
എന്താ പറയാ, നമ്മുടെ ബ്രഹ്മരന്ധ്രത്തെ ആശ്രയിക്കണം, ഈ സുധാസിന്ധുവിനെ അറിയണം, അവിടെ ഇരിക്കുന്ന ദേവിയെ അറിയണം. അപ്പൊ അതിനെന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ഒരു മന്ത്രം, ദേവിയുടെ മൂലമന്ത്രം. ഈ പാമ്പിനെ ഉണർത്താൻ അത് ധാരാളം മതി. ആ സ്പന്ദനങ്ങളെ ഉണർത്തി നമ്മൾ ഈ പറയുന്ന ശക്തിയെ നമ്മുടെ ഉള്ളില് അറിഞ്ഞോളണം, അറിഞ്ഞ് അനുഭവിച്ച് അറിയണം എന്താണ് എന്നുള്ളത്. അപ്പൊ സാധകൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ആ യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് യോഗ സാധനകളിലൂടെ, അതിപ്പോ നിങ്ങൾ ചെയ്യേണ്ട, മന്ത്രമുള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, മൂലാധാരത്തിലെ വായുവിനെ നിയന്ത്രിച്ച് സ്വാധിഷ്ഠാനം വരെ ഉണർത്തുന്ന ഈ ഒരു അഗ്നി അഥവാ കുണ്ടലിനി ശക്തിയെ അവിടെ നിന്ന് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി, രുദ്രഗ്രന്ഥികളെ ഭേദിച്ച് സഹസ്രാരത്തിൽ 6 ആധാരങ്ങളെയും ഭേദിച്ച് സദാശിവനോട് മോദിക്കുക എന്നാണ് ഈ പറഞ്ഞ പരമ ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥ. അത് യോഗികൾ ചെയ്യുന്നതാണ്, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. കാരണം അത് യോഗാസന മുറകള് നമുക്കറിയാം. ആ ഒരു പതഞ്ജലിയുടെ യോഗശാസ്ത്രം യമനിയമ ആസനങ്ങളിലൂടെ നമുക്ക് ചെയ്യേണ്ടത്. അത് ഈ മന്ത്ര സാധനമുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ മന്ത്രസ്പന്ദനങ്ങളിലൂടെ അത് ഉണരും. അപ്പൊ ഈ ശാസ്ത്രം അത് കഴിഞ്ഞ് നമ്മൾ എന്താ ശരിക്കും ഭൗതികമായിരിക്കുന്ന ജീവിതത്തെ മുഴുവനും അറിയണമെങ്കിൽ ഈ ശാസ്ത്രത്തെ അറിയണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വാനപ്രസ്ഥം, അത് കഴിഞ്ഞാണ് സന്യാസം. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്രമമുക്തി അല്ലെങ്കിൽ വിദേഹമുക്തി, നേരിട്ടുള്ള മുക്തി എന്നൊക്കെ പറയില്ലേ. ഈ ഒരു വിഹംഗമ മാർഗം ഇല്ലെങ്കിൽ പിപീലികാ മാർഗം. പിപീലികാ മാർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു എറുമ്പ്, പിപീലിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വസ്തു ഉറുമ്പ്, അത് എങ്ങനെയാണ് പതുക്കെ 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 ഒരു എന്താ പറയുക, ഓരോ സാധനങ്ങളും ശ്രദ്ധയോടുകൂടി നമ്മൾ കണ്ടിട്ടില്ലേ. ഒരു ഉറുമ്പും കൂട്ടത്തെ ശ്രദ്ധിച്ചു നോക്കൂ, ആരെയും ശ്രദ്ധിക്കില്ല. അത് അതിന്റെ രാവിലെ മുതൽ രാത്രി വരെ 24 hours അതിന്റെ കർമ്മത്തിൽ മുഴുകിയിരിക്കും. അത് എവിടെയെങ്കിലും ഒരു സാധനം, ഒരു കുഞ്ഞരി ഇല്ലെങ്കിൽ ഒരു പൊടി കണ്ടു, അത് വരി വരിയായിട്ട് ചിട്ടയോടെ ശ്രദ്ധയോടെ പോയി അതിനെ ഇങ്ങനെ പതുക്കെ എടുത്തെടുത്ത് അതിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയ വലിയ സാധനങ്ങൾ അത് എടുത്ത് ഉറുമ്പ് സ്വരുക്കൂട്ടിക്കും പോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അവിടെ അതിന് വേറെ ഒരു ശ്രദ്ധയില്ല. ആ ശ്രദ്ധ, അതിന്റെ ഡെഡിക്കേഷൻ, കുറച്ച് വൈകുന്നേരം ആകുമ്പം അതിനേക്കാളും വലിയൊരു കൂമ്പാരം. നമ്മൾ ഒരിടത്ത് കുറെ അരി ഇട്ട് നോക്കൂ, കുറച്ച് പഞ്ചസാര ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റവ എന്തെങ്കിലും ഇട്ട് നോക്കൂ, വൈകുന്നേരം ആകുമ്പോൾ അത് മുഴുവൻ ഇപ്പുറത്തെ സ്ഥലത്താക്കും. ഉറുമ്പിന്റെ കൂമ്പാരം എത്ര വലിയ കൂമ്പാരം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉറുമ്പിനെ കണ്ടാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നാറുണ്ടോ? നിസ്സാരമായിട്ടിരിക്കുന്ന ഒരു പിപീലിക, ഒരു നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി നമ്മുടെ ചവിട്ട് നമ്മുടെ കാലിന്റെ അടിയിൽ പെട്ട് മരിച്ചു പോകുന്ന നിസ്സാരമായിട്ടുള്ള ഉറുമ്പ്, അതിന് പോലും അതിന്റെ ഉള്ളിൽ ഒരു ഇച്ഛാശക്തിയുണ്ട്. കാരണം അത് മറ്റുള്ളതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കും. എനിക്കിത് വേണം എന്ന് നമ്മൾ ദൃഢമായിട്ടൊരു തീരുമാനമെടുത്താൽ നമുക്ക് പതുക്കെ പതുക്കെ, അതിനെയാണ് ക്രമമുക്തി എന്ന് പറയുക. ആ ഒരു ക്രമമുക്തിക്ക് നമ്മൾ വാനപ്രസ്ഥം വേണം, സന്യാസം സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ക്രമമുക്തി, വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്ന് ഈ പറയുന്ന ദേഹം വേറെ, നമ്മൾ ഈ പറയുന്ന ആത്മാവ് വേറെ, അതിലോടുകൂടി ആ സത്യത്തെ അറിയുക. അത് തന്നെ മുക്തി. മുക്തമാവുക എന്ന് പറഞ്ഞാൽ എന്താ? പാശബന്ധിതമല്ലാതിരിക്കുക. അല്ലാതെ മുക്തിയായിട്ട് മരിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുക, നമ്മളെല്ലാം അതിന്റെ കറക്റ്റ് അർത്ഥത്തിൽ എടുക്കുക. മുക്തി എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണോ നമ്മളെ ബന്ധിപ്പിക്കുന്നത് അതിൽ നിന്നുള്ള മോചനം. നമുക്ക് നമ്മുടെ സുഖദുഃഖങ്ങള് ഇല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് നമ്മള് പ്രപഞ്ചത്തോട് നമ്മളെ ബന്ധിപ്പിച്ച് നമ്മുടെ ബന്ധങ്ങള്, പാശങ്ങള്, അതിൽ നിന്ന് നമുക്ക് ക്രമേണ മുക്തമായിട്ട് വരുന്നത് കാണാം. അതിനെയാണ് വിദേഹമുക്തി. പിന്നെ നേരിട്ടുള്ള മുക്തി, ഡയറക്റ്റ് മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ശിവശക്തി സംയോഗം തന്നെ. അപ്പോ ഈ വിഹംഗ മാർഗം എന്ന് പറഞ്ഞാൽ സമയാചാരം എന്നർത്ഥം. പിപീലിക മാർഗം എന്ന് പറഞ്ഞാൽ എറുമ്പിനെ കണ്ട് പതുക്കെ 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 ആ ഒരു ഇച്ഛാശക്തി കൈവിട്ടു പോകാതെ, ഒന്നും എന്നെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള ആ ഒരു നിരാശാഭാവത്തിൽ നിന്ന് എല്ലാം എന്നെ കൊണ്ട് പറ്റും, പതുക്കെ മതി, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയും പോലെ പതുക്കെ 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 നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ സംഭാവനകൾ, അതായത് നമ്മൾ ശ്രദ്ധയോടുകൂടി ഗുരു കരുണയോടുകൂടി, ഗുരു പാരമ്പര്യത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞ് ആ പാരമ്പര്യത്തിലൂടെ, ദീക്ഷാക്രമത്തിലൂടെ, ആ മന്ത്ര സാധനയിലൂടെ അങ്ങനെ പോകുമ്പോൾ ബാഹ്യമായി ചെയ്യുന്ന ആചാരക്രമങ്ങളൊക്കെ തന്നെ എന്താ? നമ്മൾ സമഷ്ടിക്കാണ്. നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമഷ്ടി, നമ്മുടെ പ്രപഞ്ചത്തിന് വേണ്ടിയാ. അതേസമയം അകത്ത് ചെയ്യുന്നതെല്ലാം ആർക്കാണ്? വ്യഷ്ടിക്ക്, നമുക്ക് വേണ്ടിയിട്ടാണ്. അത് വേറെ ആർക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റില്ല. ഞാൻ അകത്ത് ഇത്രയും ചെയ്യുന്നു, ഒരു ഭാഗം എൻ്റെ മകന്, ഒരു ഭാഗം എൻ്റെ മകൾക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ പറ്റില്ല. ഇത് കേക്ക് മുറിക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അകം, എൻ്റെ ഉള്ളെന്ന് പറയുന്നത് എൻ്റെ മാത്രം സ്ഥലമാണ്.
എന്റെ വിഹാരരംഗം, ഞാനെന്ന് പറയുന്ന എന്റെ ആത്മാവിന്റെ, എന്റെ ജീവാത്മാവിന്റെ അവിടെ ചെയ്യുന്ന സാധനങ്ങളൊന്നും ദയവ് ചെയ്ത് ഷെയർ ചെയ്യല്ലേ. ഞാൻ ഈ സാധനങ്ങളുടെ ഫലം ഈ മക്കൾക്ക് കൊടുത്തേക്കോ, ഇല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തേ, ഇങ്ങനെയൊന്നും പറയരുത്, ചെയ്യാൻ പാടില്ല. കാരണം അന്തരംഗ സാധനങ്ങളെല്ലാം അവനവന് ക്രമമുക്തിക്ക് വേണ്ടിയിട്ടാണ്. ബാഹ്യത്തിൽ ചെയ്യുന്നതെല്ലാം മക്കൾക്ക് കൊടുക്കാം, കുടുംബത്തിന് കൊടുക്കാം, ഫ്രണ്ട്സിന് കൊടുക്കാം. വെളിയിൽ കുങ്കുമയിട്ട് പൂജിക്കുന്നതെല്ലാം നമുക്ക് ആർക്ക് വേണോ ദാനം ചെയ്യാം, കാരണം അത് ബാഹ്യം. പക്ഷെ അന്തരംഗ സാധനങ്ങള് അവനവന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ ആചാരക്രമങ്ങളെല്ലാം വെളിയിൽ ചെയ്യുന്നത് സമഷ്ടിക്കും, അകത്ത് ചെയ്യുന്നത് വെഷ്ടിക്കും. അപ്പൊ ലൗകിക സാധനങ്ങൾക്ക് മനുഷ്യന്റെ മാത്രമോ, അതായത് ഈശ്വര അനുഗ്രഹമോ ഒന്നും വേണ്ട. ലൗകിക സാധനങ്ങൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് കർമ്മം ചെയ്താലും അതിന് ഫലം കിട്ടും. പക്ഷെ അകത്ത് ചെയ്യുന്ന സാധനങ്ങള് നമുക്ക് വേണ്ടി മാത്രം. അത് വളരെ എന്താ പറയാ, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അതിന്റെ കിട്ടുന്ന ഫലം നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത അലൗകികമായിരിക്കുന്ന ആ ആത്മസന്തോഷം, ആത്മതൃപ്തി, അനുഗ്രഹം, മോക്ഷം, എന്താ പറയാ, ക്രമമുക്തി, എന്താ അതിന് അവസാനം എന്താ, ചിന്താമണി ഗ്രഹവാസം. ഇതിൽ കൂടുതൽ എന്താ പറയുക, ലളിതാ സഹസ്രനാമം പറയും പോലെ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ദേവി തരും. അപ്പൊ പൂർവ്വവാസന എല്ലാം നമുക്ക് ക്ഷയിച്ചു പോണം. കാരണം പൂർവ്വവാസനയിൽ നമുക്ക് ഈ ദേവിയെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ജന്മത്തില് ഈ ഉപാസനാ തലത്തിൽ വന്നിരിക്കുന്നത്. അത് മാത്രം അറിയുക. കാരണം പൂർവ്വജന്മ വാസനകളില്ലാതെ ഒരിക്കലും ലളിതാ പരമേശ്വരിയെ ഉപാസിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളില് ദേവി ഉപാസന ചെയ്തിരിക്കുന്നു. ദേവി എന്ന് പറഞ്ഞാൽ എന്താ, ആത്മശക്തി. ഈ ആത്മപൂജനം ചെയ്തിരിക്കുന്നു. ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് അന്തരംഗ സാധനയിൽ പ്രവേശിച്ച് ഉയരാൻ പറ്റുള്ളൂ. അപ്പോ പൂർവ്വ ജന്മങ്ങളിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ജന്മം കിട്ടിയതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമ്മൾ എവിടെ നിന്നോ അവിടെ നിന്ന് നമുക്ക് ഉയരാൻ പറ്റും. അതിന് അനുഗുണമായിട്ടുള്ളതെല്ലാം ഈ ജന്മത്തിൽ നമുക്ക് വന്നു ചേരും. കാരണം എന്താ, നമ്മൾ വിചാരിക്കാതെ ഗുരു വരും, പരമ്പര വരും, ആ ആന്തരിക ഉപചാരങ്ങളെ കുറിച്ച് പറഞ്ഞു തരും, ബഹിരംഗ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. ഈ ഹൃദയസ്ഥയായിട്ടിരിക്കുന്ന ദേവിയെ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാതെ അറിയില്ല, കേട്ടാ മാത്രം പോരാ. ഗുരു എന്ന് പറഞ്ഞ ദേശികൻ ചൂണ്ടിക്കാണിച്ചു തരും. ഇതാ ഇരിക്കുന്നു നിന്റെ ദേവി, എടുത്തോളൂ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ അനുഗ്രഹം കൊണ്ട്, പൂർവ്വജന്മാർജിത കർമ്മങ്ങളിൽ ഇരിക്കുന്ന ശുഭഫലങ്ങളുടെ ഫലമായിട്ട് അനേക ജന്മങ്ങളിൽ ദേവിയെ ഉപാസന ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ജന്മത്തില് എല്ലാം വന്നു ചേരും. ഒന്നും നമ്മുടെ അഹങ്കാരം കൊണ്ടോ ഞാൻ ഇന്ന ആയതുകൊണ്ടോ അല്ല, ഇതെല്ലാം ഈശ്വര കൃപ കൊണ്ട് വന്നു ചേരുന്നതാണ്. പരമ്പരയും ഗുരുവും ദേവിയും നമ്മുടെ അടുത്ത്, നമ്മൾ ഇരിക്കുന്നിടത്ത്. ഇനി എന്താ വേണ്ടത്, അതിനെ നമ്മൾ സ്വായത്തമാക്കുക. അത്ര മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ. എല്ലാവർക്കും, അതായത് ദേവി അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവമംഗളങ്ങളും തരുന്ന സർവമംഗള മംഗല്യേ ശിവേ സർവ അർത്ഥ സാധികേ, എല്ലാ അർത്ഥങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുന്ന ആ സാക്ഷാൽ ജഗത് ജനനിയായിരിക്കുന്ന പരാശക്തി നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നിങ്ങളോടൊപ്പം നിന്ന്, ഗുരുപരമ്പരയോടൊപ്പം നിന്ന്, ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് നമ്മുടെ ജന്മത്തെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് ക്രമമുക്തിയിലൂടെ ഇനി ഒരു ജന്മത്തിലേക്ക് യാത്രയാണോ അറിയില്ല, എല്ലാം അമ്മയുടെ പാദപത്മങ്ങളിൽ വെച്ച് ആ ദേവിയെ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് 3 ത്രികരണ ശുദ്ധിയോടുകൂടി നമുക്ക് അമ്മയെ സേവിക്കാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.